ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിലും നമ്മുടെ മധ്യ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ഒരു നല്ല പ്രഭാതത്തിൽ കൂടെ സർവശക്തനെ സ്തുതിക്കുവാൻ, സർവശക്തനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിച്ച് ജയം പ്രാപിക്കുവാൻ നമുക്കൊരുക്കപ്പെട്ട നല്ല അവസരത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നല്ല കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. എല്ലാവരും ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തുതിക്കുവാൻ കാരണമുണ്ടെന്ന് പറയുന്നവർ, അപ്പൻ എന്നെ നടത്തി എന്ന് തിരിച്ചറിയുന്നവർ, അപ്പൻ്റെ കരുതൽ അനുഭവിച്ചവർ, അപ്പൻ കൂടിരുന്നത് രുചിച്ചറിഞ്ഞവർ, മാറിലെ ചൂടേറ്റു വാങ്ങിയ അപ്പൻ്റെ പ്രിയ മക്കൾ ഈ പകലിലും നല്ലവനും വിശ്വസ്തനുമായ കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സാന്നിധ്യത്തിനായി ഹല്ലേലൂയ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. അവിധത്തിൽ തന്നെ കടന്നു വന്ന് ഞങ്ങൾക്കൊപ്പമായിരിക്കുന്ന ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നല്ല നാമത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ തന്നെ ആവർത്തിച്ച് ശക്തമായ ഇടറാത്ത ശബ്ദത്തിൽ പറയട്ടെ, നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരുവന്റെ അടുക്കൽ ഞാനും നിങ്ങളും ആയിരിക്കുന്നു. അതെ, ആ നല്ല കർത്താവ് നമ്മെ നിർത്തി, ആ നല്ല കർത്താവ് നമ്മെ വഴി നടത്തും. ആ നല്ല കർത്താവ് ജീവിക്കുവാൻ, അതേ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടത് നൽകി നമ്മെ മാനിക്കുക തന്നെ ചെയ്യും. പ്രാർത്ഥനയുടെ പ്രതീക്ഷയോടെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 ഒപ്പം 3-ാം അധ്യായം 17 ഈ രണ്ട് വാക്യങ്ങളെ അടിസ്ഥാനമാക്കി അല്പമായി ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകലിൽ ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13, 3-ാം അധ്യായം 17 വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്നു യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. 3:17 ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഒരുമിച്ച് ഒരു നിമിഷം കൂടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമുക്ക് താഴ്ത്താം, നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അങ്ങയുടെ ഇമ്പസ്വരം അപ്പാ കേട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. ഈ ഭൂലോകത്തെ വഹിക്കുന്ന അങ്ങയുടെ ശബ്ദം, ആ ശബ്ദമുണ്ടാക്കുന്ന അനുഭവങ്ങൾ അനുഭവിക്കുവാൻ, ആ പ്രവർത്തികൾ അനുഭവിക്കുവാൻ, ആസ്വദിക്കുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം കർത്താവെ അയച്ച അങ്ങയുടെ പ്രവൃത്തി ഇന്ന് അടിയനൊപ്പമായിരിക്കുന്ന, അടിയനെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കർത്താവെ പ്രിയപ്പെട്ടവർ ഒത്തിരി പേർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊരു വിരുന്നായി മാറണമേ. തിന്ന് തൃപ്തി പ്രാപിക്കുവാൻ, അപ്പാ ചുമന്ന് മുൻപോട്ട് പോകുവാൻ, വഴിയിൽ തകർക്കുവാൻ നിൽക്കുന്ന ശത്രുവിനെ ജയിക്കുവാൻ അപ്പൻ്റെ കൃപ അളവ് കൂടാതെ ഇന്ന് പകലിൽ പകരപ്പെടണമേ. വചനത്തിൻ്റെ ശക്തി ആവോളം ഞങ്ങൾ അനുഭവിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. നൂറുമേനി കൊയ്തെടുക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ള ഹൃദയങ്ങൾ ഞങ്ങൾക്കങ്ങ് നൽകണമേ. അടിയനെയും താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. ശ്രേഷ്ഠനല്ല കർത്താവേ, അങ്ങ് തന്ന പദവിക്കായി അടിയനങ്ങയെ സ്തുതിക്കുന്നു. ഒപ്പം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ കടന്നു വരുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി പ്രസ്തുത വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം, ഒപ്പം മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാമത്തെ വാക്യം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. യോർദാൻ്റെ കരയിൽ യേശു യോഹന്നാൻ്റെ അടുക്കൽ വന്നു. 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യോർദാൻ, അതെ, ഈ രണ്ട് വാക്യങ്ങൾക്ക് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. യോർദാൻ അഥവാ വെല്ലുവിളിയുടെ നാൾവഴികൾ. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി ദൈവസാന്നിധ്യത്തിൽ നിറഞ്ഞായിരിക്കുന്ന നിങ്ങളുടെ മധ്യത്തിൽ പ്രസ്താവിക്കട്ടെ. യോർദാൻ അഥവാ വിശ്വാസിയുടെ, ഭക്തന്റെ, ലോകമനുഷ്യന്റെ വെല്ലുവിളിയുടെ നാൾ വഴികൾ. യോർദാൻ എന്ന വാക്കിന് അർത്ഥം
താഴേക്ക് ഒഴുകി അവസാനിക്കുന്നത്. യോർദാൻ എന്ന വാക്കിന് ആ അർത്ഥത്തിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുവാൻ കഴിയും, മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അഥവാ തന്നിൽ നിപതിക്കുന്ന എന്തിനേയും മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് യോർദാൻ. തകർച്ചയിലേക്ക്, പരാജയത്തിലേക്ക്, അധംപതനത്തിലേക്ക് തന്നിൽ നിപതിക്കുന്നതിനെ വലിച്ചു കൊണ്ടുപോകുന്ന യോർദാന്റെ അനുഭവം. ആ യോർദാന്റെ അനുഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ പല ഇടങ്ങളിലായി മനുഷ്യർ അഭിമുഖീകരിച്ചതും ഭക്തന്മാർ നേരിട്ടതുമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആ യോർദാന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു ഭക്തൻ എவ்விധത്തിൽ മരണത്തിൽ എത്തിച്ചേരാതെ, അഥവാ യോർദാന്റെ മരണകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഞാനും നിങ്ങളുമായിരിക്കുന്ന വിശ്വാസികൾക്ക് എങ്ങനെ ആ യോർദാൻ ആഗ്രഹിക്കുന്നത് പോലെ, ലക്ഷ്യം വയ്ക്കുന്നത് പോലെ മരണത്തിൽ ചെന്ന് പതിക്കാതെ അതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയും. അതേക്കുറിച്ച് അത്രേ ഇന്ന് പകലിൽ ദൈവകൃപയാൽ ആശ്രയിച്ച് അല്പമായി ധ്യാനിക്കുവാനായി പോകുന്നത്. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ആയിരുന്നാട്ടെ. പാലസ്തീനിലെ ഏറ്റവും നീളം കൂടിയ പുഴ അതാണ് യോർദാൻ. പകുതിയിലധികം ദൂരവും വളഞ്ഞ് ഒഴുകുന്ന യോർദാൻ. ചിലയിടങ്ങളിൽ വളരെ ആഴമുണ്ട്, ചിലയിടങ്ങളിൽ ഒട്ടും ആഴമില്ല. ചിലയിടങ്ങളിൽ വളരെ വീതിയുണ്ട്, ചിലയിടങ്ങളിൽ ഒട്ടും വീതിയില്ല. അനിശ്ചിതത്വം നിറഞ്ഞ ഒരു അനുഭവമാണ് യോർദാൻ. അതുകൊണ്ട് തന്നെയാണ് വേദപുസ്തകത്തിൽ യോർദാൻ ഭക്തന്മാരുമായുള്ള ബന്ധത്തിൽ ഇത്രയേറെ ഇടങ്ങളിൽ അതേ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നോക്കൂ, മരണത്തിലേക്ക് തന്നിൽ വന്നു പതിക്കുന്നതിനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന യോർദാനിലേക്ക് ഒരിക്കൽ ഒരുവൻ കാൽ വെച്ചു. അവൻ്റെ പേര് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതെ, കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ യോർദാനിലേക്ക് കാൽ വെച്ചു. ഫലം എന്താണ്? പ്രതീക്ഷയ്ക്ക് വിപരീതമായി തന്നിൽ നിപതിക്കുന്നതിനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ യോർദാന മധ്യത്തിൽ ഇറങ്ങി നിന്ന യേശുവിന് മുമ്പിൽ സ്വർഗം തുറക്കുകയാണ്. മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന യോർദാനിൽ ഇറങ്ങി നിന്നവന് വേണ്ടി സ്വർഗം തുറന്ന് നിത്യതയിലേക്ക് ഒരു അവസരം ഒരുക്കപ്പെട്ടതുപോലെ ഇന്ന് പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, മരണകരമായ മുൻപിൽ മരണം മാത്രം, ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല, ഈ അവസ്ഥ ഇങ്ങനെ തുടർന്നാൽ നല്ലതൊന്നും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, പ്രതീക്ഷിക്കുവാൻ കഴിയുന്നതൊന്നും ജീവിതത്തിൽ ഇല്ല, ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, ആ യോർദാൻ ലോക മനുഷ്യനെ, ലോകത്തിലുള്ളതിനെ മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ നിങ്ങളെ വലിച്ചു കൊണ്ടുപോകുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. ആ മരണത്തിന്റെ അനുഭവത്തിൽ സ്വർഗത്തിലേക്ക് ഒരു വാതിൽ അത് തുറന്നു തരും. അതേ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് ഒരു വാതിൽ യോർദാനിൽ തന്നെ ഭക്തന് തുറന്നു കിട്ടും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ കാണുന്നത് യോർദാനാണ്. ആ യോർദാൻ ചുറ്റി ഒഴുകുന്നുണ്ട്. ആ യോർദാൻ അനിശ്ചിതത്വത്തിൻ്റെതാണ്. പക്ഷേ നീ ഭക്തനാണെങ്കിൽ ആ യോർദാനിൽ നിന്ന് നിനക്ക് ജീവനിലേക്ക്, നിനക്ക് അവസരങ്ങളുടെ പുതിയ വാതിലുകൾ, പുതിയ അനുഭവങ്ങൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും. യോർദാൻ, മരണ യോർദാൻ സാക്ഷ്യത്തിൻ്റെതായി മാറുകയാണ്. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു യോർദാനിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ 30 വർഷത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവിടെ ഉണ്ടാകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ, കർത്താവായ യേശു ക്രിസ്തു യോഹന്നാനാൽ സ്നാനപ്പെടുവാൻ വേണ്ടി യോർദാനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സ്നാനത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്നാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്യം വായിച്ചതുകൊണ്ട് ഇത് സ്നാനത്തിൻ്റെ ഒരു ക്ലാസ് ആണ് എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ദൗർഭാഗ്യവശാൽ അവിധത്തിലുള്ള ചിന്തകൾ തന്നെ നമ്മെ ആത്മീയതയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകുന്നതാണ്. എന്നാൽ അത് ആത്മീയതയിൽ നിന്ന് അകന്നു പോകുവാനുള്ള ചിന്തയും അതേ ആശീർവാദവുമല്ല, ദൈവത്തോട് അധികം ചേർന്ന് നിൽക്കുവാനുള്ളത് അത്രേ. ആമേൻ. ആ സ്നാനവുമായിട്ട് ബന്ധപ്പെടുത്തി പോലും നമുക്ക് യോർദാനെ ആത്മീയമായി വീക്ഷിക്കുവാൻ, വിവക്ഷിക്കുവാൻ കഴിയുന്നതാണ്. മരണത്തിലേക്ക് കൊണ്ടുപോകുന്നിടത്തു നിന്ന് ജീവനിലേക്ക് കടന്നു പോകുന്ന അനുഭവം, അത് തന്നെയാണ് സ്നാനം. ആമേൻ. സ്നാനപ്പെട്ട ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവന് വേണ്ടി സ്വർഗത്തിൽ വാതിൽ തുറക്കപ്പെടും. ആമേൻ. നരകത്തിലേക്ക് അവനായി തുറന്നു വെച്ചിരുന്ന വാതിൽ അന്ന് അടയപ്പെടും. ഒരു വാതിൽ അടയും, വേറൊരു വാതിൽ തുറക്കും. ആമേൻ. സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുന്ന, സ്നാനപ്പെട്ട് സഭയോട് ചേരുന്ന, അതെ, എന്തിനാണ് യേശു യോർദാനിൽ സ്നാനപ്പെട്ടത്? യോർദാൻ ഒരു മാതൃകയാണ്. ആമേൻ. കഷ്ടതയുടെ, കഠിനതയുടെ, കണ്ണുനീരിൻ്റെ, അതേ, മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന അനുഭവം. എപ്പോഴാണ് സ്നാനപ്പെടുവാൻ നല്ല സമയം? പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എല്ലാം ഒന്ന് ശരിയാകട്ടെ എന്നിട്ട് വേണം സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ. എല്ലാം ശരിയായ പർദീസയിലല്ല കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ടത്. അതേ,
പ്രതിസന്ധിയുടെ പ്രതികൂലങ്ങളുടെ ഔന്നിത്യം വിളിച്ചോതുന്ന യോർദാനിലാണ് കർത്താവായ യേശു ക്രിസ്തു സ്നാനപ്പെട്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് നിങ്ങൾ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരേണ്ടത്, സ്നാനപ്പെട്ട് സഭയോട് ചേരേണ്ടത്. എന്തിനെന്ന് ചോദിച്ചാൽ അവിടെ മുതലാണ് നിങ്ങൾ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും നിത്യത എന്ന ഉറപ്പും അനുഭവിക്കുവാൻ പോകുന്നത്. ആമേൻ. അപ്പോൾ യോർദാനിൽ കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങി നിൽക്കുമ്പോൾ 30 വർഷത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുകയാണ്. എന്താണ് 30 വർഷത്തെ കർത്താവായ യേശു ക്രിസ്തു കേട്ട ചോദ്യം? ഇവൻ ആരുടെ മകനാണ്? ഹല്ലേലൂയ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ മറിയ ഉദരത്തിൽ വഹിക്കുന്ന സമയത്തു തന്നെ അത് അറിവ് കിട്ടിയ യോസേഫ് എന്ന മറിയയുടെ ഭർത്താവ് അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ പോകുന്ന പുരുഷൻ എന്താണ് ചെയ്തതെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കി. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ കുഞ്ഞിൻ്റെ പിതൃത്വം ഏറ്റെടുക്കുവാൻ വയ്യാത്തതുകൊണ്ട് അല്ലെങ്കിൽ യേശുവിൻ്റെ അപ്പനായി എനിക്ക് അറിയപ്പെടുവാൻ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞ് ഗൂഢമായി ഉപേക്ഷിക്കുവാൻ പദ്ധതി ഒരുക്കി. നമ്മൾ ചിന്തിച്ചേക്കും, യോസേഫ് എത്ര നല്ല മനുഷ്യൻ, എന്ത് രഹസ്യമായിട്ടാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ തീരുമാനമെടുത്തു എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്കായിരിക്കുമോ തീരുമാനം? ഒരിക്കലുമില്ല. യോസേഫ് തനിക്ക് വേണ്ടപ്പെട്ട ചിലരെയൊക്കെ വിളിച്ചിട്ടായിരിക്കും സംസാരിച്ചത്. ഇന്നതുപോലെ ാണ് പ്രശ്നം. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഒരു വിവാഹമൊക്കെ ഒറ്റയ്ക്ക് മുടക്കാനും നടത്താനും ഒക്കെ വലിയ പാടാണ്. 4-5 പേർ വിചാരിച്ചാൽ ഈസിയായിട്ട് മുടക്കുകയും ചെയ്യും, നടത്തുകയും ചെയ്യും. അതുപോലെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ആ വിവാഹത്തിന് മുൻപിട്ട് നിന്ന ചിലരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് രഹസ്യമായിട്ട് യോസേഫ് കാര്യം പറഞ്ഞിരിക്കണം. ഇന്നതാണ് വിഷയം, അതെ ഈ വിവാഹമായി മുൻപോട്ട് പോകുന്നത് ശരിയല്ല, നമുക്കിത് ഒഴിയാം. അവർ രഹസ്യ സ്വഭാവത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അനുഭവം. ഇത് രഹസ്യമെന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയുക, ഇത് കേട്ടത് യോസേഫിനൊപ്പം നിന്ന് കേട്ടത് മനുഷ്യരാണ്. അവർക്ക് കേൾക്കുവാൻ ചെവി മാത്രമല്ല വായും ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഒരു വിവാഹം മുടങ്ങിപ്പോയ ഒരു ഭവനത്തിൽ ഏകദേശം 6-7 മാസങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുവാനായി ഞാൻ കടന്നുപോയി. വിവാഹം മുടങ്ങിയ ഉടനെ തന്നെ ആ സഹോദരനും സഹോദരിയും, വിവാഹം മുടങ്ങിയ സഹോദരനും സഹോദരിയും അല്ല, മുടങ്ങിയ കൊച്ചിൻ്റെ അപ്പനും അമ്മയും വിളിക്കുകയുണ്ടായി. അവർക്ക് സമാധാനമില്ല, സ്വസ്ഥതയില്ല, പിന്നെ ഈ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. വിവാഹം മുടങ്ങിപ്പോയിരിക്കുകയാണല്ലോ. കാരണം വഴിയെ പറയാം, നിൽക്കട്ടെ. അപ്പോൾ ആ വീട്ടിൽ ഞാൻ കടന്നുപോയി. ഞാൻ വീട്ടിൽ കടന്നുപോയപ്പോൾ ചിന്തിച്ചത്, ഞാനും ആ സഹോദരനും സഹോദരിയും കാണും നമ്മളിങ്ങനെ ആ ഒരു തുണിയൊക്കെ ഇട്ട് മൂടി രഹസ്യത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിരിക്കും. കാരണം ഇത് പുറത്തറിയുന്നത് നാണക്കേടാണല്ലോ. ഞാൻ അവിടെ പോയപ്പോൾ ആ സഹോദരൻ്റെ ഒപ്പം 2 പേർ നിൽപ്പുണ്ട്, സഹോദരിയുടെ ഒപ്പം വേറെ 2 സഹോദരിമാർ നിൽപ്പുണ്ട്. മൊത്തം 4 പേർ അല്ലാതെ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദര ആരും അറിയരുതെന്ന് പറഞ്ഞില്ലേ? എൻ്റെ കൂടെ തന്നെ ഒരുപാട് ചട്ടം കെട്ടി, പാസ്റ്ററെ നിങ്ങൾ യൂട്യൂബിലൊന്ന് വിട്ട് കളയരുത്, അമ്മ നിങ്ങൾ ആരോടും പറയരുത്. അപ്പോൾ പുള്ളി വിചാരിച്ചത് ഞാൻ ഉടനെ ഇത് കേട്ട ഉടനെ യൂട്യൂബിൽ കയറി അതാ ഇന്ന ആളിൻ്റെ മകളുടെ വിവാഹം മുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് കൊടുക്കുമെന്നാണ്. പക്ഷേ നമുക്ക് ആ ശീലമില്ലാത്തത് കൊണ്ട് നേരെ ആ പുള്ളിയുടെ വീട്ടിലാണ് പോയത്. അപ്പോൾ ആരും അറിയരുതെന്ന് പറഞ്ഞെടുത്ത് 4 പേർ വെളിയിലുള്ളവർ നിൽക്കുന്നു. ഞാൻ സഹോദരനോട് ചോദിച്ചു, സഹോദരൻ ആരോടും പറയരുതെന്നല്ലേ പറഞ്ഞിരുന്നത്, പിന്നെ എന്തിനാ ഇപ്പോൾ ഈ ആൾക്കാർ? ഇവരോട് പറയാതെ എനിക്കൊരു കാര്യവുമില്ല. ഓക്കെ, നല്ലത്, ആത്മസ്നേഹിതരായിരിക്കും. അപ്പോൾ ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്ററെ ആരോടും പറയരുതെന്നല്ലേ പറഞ്ഞു? അയ്യോ, ഇവരറിയാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, വിവാഹം മുടങ്ങിപ്പോകുവാൻ ഇടയായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് അവരെ ആശ്വസിപ്പിച്ചു. പെങ്കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ, നമുക്ക് അതുമായിട്ട് മുൻപോട്ട് പോകാം, കുറച്ചൊന്ന് പോകട്ടെ. കൊച്ചു കുഞ്ഞാ, 18 വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ വേറെ 1-2 കാര്യങ്ങൾ പ്രമാണിച്ച് വിവാഹത്തിലേക്ക് വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞെല്ലാം സംസാരിച്ചിറങ്ങിത്തപ്പോൾ ഒരു ആൻറ്റി അപ്പുറത്ത് സൈഡിലോട്ട് മാറി നിന്ന് ഫോണിൽ കൂടെ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ആൻറ്റി ഈ കാര്യം പറയില്ലെന്നേ പറഞ്ഞേ, പറയില്ലെന്നല്ലേ, ആരോടും പറയില്ലെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, വേറെ ആരും അറിയത്തില്ല, ഒരു ചെവി അറിയാത്ത എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരികളോടെ അവള് ഇത് രഹസ്യമായിട്ട് വയ്ക്കും. അവൾ ചത്തുപോയാൽ പോലും ഇത് വെളിയിൽ വരത്തില്ല. വീണ്ടും ആ വീട്ടിലെ ആൻറ്റി ചായയൊക്കെ കൊണ്ടുവന്നു, ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുറത്തൊരു ഭയങ്കര ബഹളം. ആമേൻ. നോക്കിയപ്പോൾ കുട്ട, മൺവെട്ടി, ചട്ടി ഒക്കെ ആയിട്ട് പേശയും ഉടുപ്പും ഇട്ട 10-100 പെണ്ണുങ്ങൾ അയൽക്കൂട്ടത്തിൽ. സ്തോത്രം. തൊഴിലുറപ്പിൽ നിന്ന സ്ഥലത്താണ് ഈ സഹോദരി വിളിച്ചു പറഞ്ഞത്. അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ വീട് വളഞ്ഞു നിൽക്കുക. എന്താണ് ഇവിടെ പ്രശ്നം? എങ്ങനെയാണ് വിവാഹം മുടങ്ങിയത്? ആ സഹോദരൻ ഇപ്പോഴും പിടികിട്ടാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ആ വീട്ടിലെ കൊച്ചിൻ്റെ അപ്പന് ഞാൻ ഏത് വഴിയാണ് ഓടി രക്ഷപ്പെട്ടതെന്നും. ആമേൻ, ഹല്ലേലൂയ. അത്രയും പെണ്ണുങ്ങൾ ഒരുമിച്ച് വന്നാൽ മിക്കവാറും അവർ എന്നെ പിടിച്ച് കെട്ടിച്ചേനെ. ഇതാണ് നമ്മുടെയൊക്കെ രഹസ്യം. നമ്മൾ രഹസ്യമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് ചില ചെവികളിൽ പറയും, അവർക്ക് വായുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ല, അത് ലോകം മുഴുവൻ അറിയും. അങ്ങനെയെങ്കിൽ ഗലീലയിലെങ്ങും അറിയാത്ത ആരും ഉണ്ടായിരിക്കത്തില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ അമ്മ മറിയ, യേശുവിൻ്റെ അമ്മ മറിയ ഗർഭിണിയായി. അർത്ഥം പറഞ്ഞാൽ പച്ച മലയാളത്തിൽ നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ല.
ആ നിന്ദയും വഹിച്ച് ആ അപമാനവും സഹിച്ച് ഇത് ആരടുത്തൊക്കെ പറഞ്ഞു കൊടുക്കും? ആമേൻ. മറിയ ഇത് എത്ര അടുത്ത് പറയും? ഒരു എലിസബത്തിന് കാര്യം മനസ്സിലാവും, പക്ഷെ ബാക്കി കിടക്കുന്ന പടകൾക്ക് വല്ലതും മനസ്സിലാവുമോ? അവൻ കേട്ടോണ്ടിരിക്കും. തന്നെ മറിയ, എനിക്കറിയാം നീ അനുഭവിച്ച ഇതേ അവസ്ഥയിലൂടെയൊക്കെ തന്നെ എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പുറത്ത് നിന്ന് പറയും, അവൾ ഇപ്പോഴും വിളിപ്പിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. അവിടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞൂടെ? നമ്മളെല്ലാം അങ്ങനെ പ്രതീക്ഷയോടെ പലരുടെ മുഖത്ത് പോയി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഏറ്റു പറഞ്ഞിരുന്നെങ്കിൽ അവർക്കൊരാശ്വാസം കിട്ടിയേനെ, നമുക്കൊരു സമാധാനവും കിട്ടിയേനെ. അവൻ അങ്ങനെ ആ ദേശം മുഴുവൻ ഇതിങ്ങനെ സ്പ്രെഡായി നിൽക്കുക. അപ്പോൾ ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. മറിയ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. യേശു തന്നെ അങ്ങനെയല്ല, ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ആര് പറഞ്ഞാലും വിശ്വസിക്കാത്തത് യോർദാനിൽ ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നിങ്ങൾ കേട്ടതല്ല, നിങ്ങൾ അറിഞ്ഞതല്ല, നിങ്ങൾ മനസ്സിലാക്കി ല്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആര് പറഞ്ഞാലും, നിങ്ങളെക്കുറിച്ച് ആര് പറഞ്ഞാലും വിശ്വസിക്കാത്തത് എൻ്റെ ദൈവം പറഞ്ഞ് വിശ്വസിപ്പിക്കും. എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യം പറയുവാൻ പോകുക. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന, ഇന്ന് നിങ്ങളായിരിക്കുന്ന ഈ യോർദാന്റെ അനുഭവത്തിൽ ദൈവത്തിന്റെ സാക്ഷ്യം സ്വർഗത്തിൽ നിന്ന് യേശുവിൻ നാമത്തിൽ ആമേൻ. വിശ്വാസികളായിരിക്കുന്ന ആമേൻ. പ്രാർത്ഥിക്കുവാൻ എളുപ്പമാണ്, പള്ളിയിൽ വരുവാൻ എളുപ്പമാണ്, വിശ്വസിക്കുവാനും എളുപ്പമാണ്, സ്നാനപ്പെടാനും എല്ലാം എളുപ്പമാണ്. പക്ഷേ പാടുള്ള ഒരേ ഒരു കാര്യം എന്തെന്നറിയാമോ? വിശ്വാസികളായി ഇരിക്കുക, വിശ്വാസികളായി ദീർഘനാൾ ജീവിക്കുക. ആമേൻ. വിശ്വാസികളെ ലോകം അംഗീകരിച്ചില്ലെങ്കിൽ വിശ്വാസികളിൽ നിന്ന് ലോകം പലതും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. എന്താ? വിശ്വാസികളെ കുറിച്ച് ലോകം പ്രതീക്ഷിക്കുന്നതാണ്, ഇവൻ ഒരു പ്രശ്നവും വരാൻ പാടില്ല, ഇവൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയും ഉണ്ടാകാൻ പാടില്ല, ഇവൻ്റെ ജീവിതത്തിൽ ഒരു കഷ്ടതയും ഉണ്ടാകാൻ പാടില്ല, എന്നും എപ്പോഴും മെഴുകു പ്രതിമ പോലെ ഇവനിങ്ങനെ നിൽക്കണം. ഹല്ലേലൂയ. വിശ്വാസികളെ കുറിച്ചുള്ള ലോകത്തിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. അത് തെറ്റിയാൽ അവൻ വച്ചേക്കത്തില്ല. എന്താ പറയുന്നേ? ഇവക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥന ദൈവം കേൾക്കാതൊന്നും ഇരിക്കത്തില്ല. ആമേൻ. തലേ ദിവസം ദൈവം അവളെടുത്ത് വന്ന് പറഞ്ഞതുപോലെ അങ്ങ് സ്ഥാപിക്കുക. കുഴപ്പമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ പ്രാർത്ഥന പള്ളിയിൽ പോകത്തില്ല, ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കത്തില്ല, വചനം കേൾക്കത്തില്ല, മാന്യമായിട്ട് ജീവിക്കത്തില്ല. ഇതൊന്നും ചെയ്യാത്തവൾ പറയുക അവൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. ഈ രാവിലെയും രാത്രി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നവളെ നോക്കിയിട്ട് പറയുക അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ദൈവം പ്രാർത്ഥന കേൾക്കുമായിരുന്നു. ഹല്ലേലൂയ. അവനെന്തോ കുഴപ്പമുണ്ട്, അവനെന്തോ ഉടായിപ്പ, അവനെന്തോ പറ്റിപ്പ, അവനെന്തോ ചെയ്യുന്നു. അവൻ ഇങ്ങനെ അല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അല്ല. ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. ആമേൻ. പാസ്റ്റർ പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, കൂട്ടു സഹോദരങ്ങൾ പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. കൂടുതലും പറയുന്ന കൂട്ടു സഹോദരങ്ങൾ പാസ്റ്ററും ഒക്കെ തന്നെ പോട്ടെ. ആമേൻ. ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. പക്ഷേ തളർന്നിരിക്കുമ്പോൾ തിരിച്ചറിയ്, ദൈവം പറയും നിനക്ക് വേണ്ടി. ആമേൻ. ആരും നിനക്ക് വേണ്ടി ഒന്നും പറയുവാനില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കും ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി സാക്ഷ്യം പറയുന്ന ഒരുവനുണ്ട്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എന്നോട് ചേർന്ന് നടന്നവൻ, ഇവൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചവൻ, ഇവൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച്, ഇവളുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച്, നിന്ന സഹിച്ച്, കഷ്ടത സഹിച്ച്, അപമാനം സഹിച്ച്, എൻ്റെ മകനായി, എൻ്റെ പ്രിയപുത്രനായി എന്നോട് ചേർന്നിരുന്നവൻ. ഹല്ലേലൂയ. നമ്മൾ സ്വർഗത്തിലെ സാക്ഷ്യം കേൾക്കുവാൻ വിളിക്കപ്പെട്ടവരാ. നമുക്ക് നാട്ടുകാരുടെ സാക്ഷ്യത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ആമേൻ. പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ സാക്ഷ്യത്തിൻ്റെ ആവശ്യമില്ല. ആമേൻ. ഞങ്ങളുടെ നാട്ടിൽ കൺവെൻഷൻ നടത്തും. ഇനി സ്ഥലം പറയുന്നില്ല, ചിലർക്ക് സങ്കടം തോന്നിയാലോ. കൺവെൻഷൻ നടത്തുമ്പോൾ കൺവെൻഷന് നല്ലൊരു പ്രഗത്ഭനായ ദൈവദാസനായിരിക്കും ആദ്യത്തെ ദിവസം വരുന്നത്. ആദ്യത്തെ ദിവസം അദ്ദേഹം വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും വരുന്നത്. ഇന്ന് പ്രസംഗിച്ച് മറിച്ചു കളയാം, ഒരു 1.5 മണിക്കൂർ മെസ്സേജൊക്കെ തയ്യാറാക്കിയായിരിക്കും പാവപ്പെട്ട ഹതഭാഗ്യൻ കടന്നു വരുന്നത്. പക്ഷേ ആദ്യത്തെ സമയം തൊട്ട് പരിപാടി അങ്ങ് തുടങ്ങും. പരിപാടി എന്താ? സ്തോത്രം. ആ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും സ്റ്റേജിൽ കാണും. ആമേൻ. ഹല്ലേലൂയ. BJP-കാരൻ കാണും, കോൺഗ്രസ്സുകാരൻ കാണും, കമ്മ്യൂണിസ്റ്റുകാരൻ കാണും. എന്നിട്ട് ഒരരുവേന്ന് യേശുവിന് സാക്ഷ്യം പറയേക്കാം. ആമേൻ. ഹല്ലേലൂയ. അവിടെയുള്ള വിശ്വാസികൾക്കില്ലാത്ത സാക്ഷ്യമാണ് രാഷ്ട്രീയക്കാർക്കെല്ലാം ഉള്ളത്. ഇലക്ഷൻ സമയമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. പള്ളിയിലെ പാസ്റ്ററെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ആ പാസ്റ്ററിന് കഞ്ഞി കൊടുത്ത് വളർത്തുന്നത് ഈ രാഷ്ട്രീയക്കാരൊക്കെയാണെന്ന്. ആമേൻ. വെള്ളമെടുപ്പിട്ടുകൊണ്ട് ഇറങ്ങുന്നതിന് കളറടിച്ച് വിടാൻ വേണ്ടി നടക്കുന്ന പാർട്ടിക്കാരാ. പക്ഷെ സ്റ്റേജിൽ കയറിയിരുന്ന് അങ്ങ് പറയുക. ആമേൻ. സാക്ഷ്യം പറയുക. പാവപ്പെട്ട പാസ്റ്റർ 1.5 മണിക്കൂർ പ്രസംഗിക്കാൻ വന്ന് ലാസ്റ്റ് അരമണിക്കൂർ പോലും പ്രസംഗിക്കാൻ കിട്ടാതെ പ്രസംഗം എന്താണെന്ന് അറിയാത്തതുപോലെ ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയും ഉണ്ടാകും. ലോകത്തിൻ്റെ സാക്ഷ്യം തേടി മനുഷ്യർ നടക്കുക. ലോകം നല്ലത് പറയണം. പ്രിയരെ, നിങ്ങൾ വിശ്വാസികളെങ്കിൽ ലോകം നിങ്ങളെക്കുറിച്ച് ഒരു നല്ലതും പറയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. കാരണം നിങ്ങളെ ലോകത്തിന് അറിയത്തില്ലെന്നേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ അപ്പൻ്റെ മക്കളെ എങ്ങനെയാ ലോകത്തിന് അറിയാവുന്നുള്ളേ? ഹല്ലേലൂയ. നമ്മൾ അപ്പൻ്റെ മക്കളാ. നമ്മൾ സ്വർഗീയൻ്റെ സ്വഭാവമുള്ളവരാ.
നമ്മൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നവരാ. നമ്മൾ നിത്യത അവകാശമാക്കുവാൻ വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നവരാ. നമ്മൾ അതിനായി ഒരുങ്ങുന്നവരാ. അപ്പോഴാണ് ഇവിടെ കിടന്ന് ലോകപ്രകാരം ബാലാകോല നടക്കുന്നവൻ്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഓടി. ഓ താങ്ക് യു ലോർഡ്. ഒരു സംഘടനയുടെയും ഒരു സമുദായത്തിൻ്റെയും ഒരു പ്രസ്ഥാനത്തിൻ്റെയും സർട്ടിഫിക്കറ്റ് എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങൾക്ക് ആവശ്യമില്ല. ആവശ്യം വരുമ്പോൾ ദൈവം സ്വർഗം തുറന്ന് വിളിച്ചു പറയും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പ്രിയ മകൻ, ഇവൾ എൻ്റെ പ്രിയ മകൾ. ഓ റാഥാനാക്ഷകാരത്തിന് ഹല്ലേലൂയ. ആ സാക്ഷ്യമാണ് ആ യേശു എൻ്റെ ദൈവമെന്ന് തിരിച്ചറിഞ്ഞ് ഇന്നും ഉറച്ചു നിന്ന് വിളിച്ചു പറയുന്നേ. അല്ലാതെ മറിയ പറഞ്ഞുകൊണ്ടൊന്നുമല്ല. മറിയ പറഞ്ഞാൽ എത്രയോ മറിയമാർ പറഞ്ഞു കാണും, നമ്മളത് കേൾക്കുമോ? ഹല്ലേലൂയ. യോസേഫ് പറഞ്ഞതുകൊണ്ടല്ല, പള്ളി പറഞ്ഞതുകൊണ്ടല്ല, പട്ടക്കാർ പറഞ്ഞതുകൊണ്ടല്ല, യോർദാനിൽ കൂടി നിന്ന ജനം കേട്ടതാ. ഇവൻ ഇവിടെ ഉള്ളവൻ്റെ അല്ല, തച്ചനായ യോസേഫിൻ്റെ മകനല്ല, ഇവൻ സ്വർഗീയ പിതാവിൻ്റെ മകനാണ്. ഇവൻ സ്വർഗീയ പിതാവിൻ്റെ മകനാണ്. പ്രിയരെ, നിങ്ങൾക്കൊരു ഉടയവനുണ്ട്, നിങ്ങൾക്കൊരു പിതാവുണ്ട്. സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നതും ഒരുക്കി വെച്ച് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പിതാവ്. ഹല്ലേലൂയ. ആ യോർദാൻ അത് സാക്ഷ്യത്തിൻ്റെ യോർദാനായി മാറുകയാണ്. യോർദാൻ്റെ പ്രത്യേകത എന്താണ്? അത് മരണത്തിലേക്ക്, അത് തകർച്ചയിലേക്ക്, അധംപതനത്തിലേക്ക് കൊണ്ടുപോകുന്നത് അത്ര. അവിധത്തിലുള്ള ഒത്തിരി യോർദാൻ അനുഭവങ്ങൾ പിന്നെ ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നോക്കൂ, മോഹിപ്പിക്കുന്ന യോർദാൻ്റെ തീരം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ലോത്ത് എന്ന ഭക്തൻ്റെ കണ്ണുകളെ കബളിപ്പിച്ച മനോഹരമായ പച്ചപ്പുള്ള നീരോട്ടമുള്ള യോർദാൻ്റെ തീരം. ഹല്ലേലൂയ. ആ തീരത്തെക്കുറിച്ച്, യോർദാൻ്റെ തീരത്തെക്കുറിച്ച് പറയുന്നു, അത് യഹോവയുടെ തോട്ടം പോലെയായിരുന്നു. ശ്രദ്ധിക്കണമേ, എഴുത്തുകാരൻ വളരെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്നു. യഹോവയുടെ തോട്ടം എന്നല്ല, യഹോവയുടെ തോട്ടം പോലെ. ഈ ലോകത്തിലുള്ളത് പലതും പോലെയാണ്, അതല്ല. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ കാണുന്നതും നമ്മളെ സന്തോഷിപ്പിക്കുന്നതും നമുക്ക് സന്തോഷം തരുന്നതുമായ പലതും ദൈവത്തിൽ നിന്നുള്ളതല്ല, ദൈവത്തിൽ നിന്നുള്ളത് പോലെയാണ്. ആമേൻ. ഡ്യൂപ്ലിക്കേറ്റ് അല്ല നമുക്ക് ആവശ്യം, ഒറിജിനലാ. ആമേൻ. നമുക്ക് ദൈവത്തിൽ നിന്നുള്ളത് മതി. ദൈവത്തിൽ നിന്നുള്ളത് പോലെ ആ പരിപാടി ഭക്തന് ആവശ്യമല്ല. ഇവിടെ നോക്കിയേ, ഭക്തനാണ് ലോത്ത്. ഞാൻ പറയും അബ്രഹാമിനേക്കാൾ വലിയ ഭക്തൻ. അബ്രഹാമിനേക്കാൾ വലിയ ഭക്തൻ എന്ന് പറയുവാൻ കാരണം, അബ്രഹാം ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചത് ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടാ. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. അപ്പോൾ ലോത്ത് അപ്പുറത്ത് നിൽക്കുക. ലോത്ത് എന്ത് ചെയ്തു? അബ്രഹാമിനെ കണ്ട് അബ്രഹാമിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇതിനകത്തിരിക്കുന്ന, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരുണ്ട്? അഥവാ ദൈവം വിളിച്ച് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരുണ്ട്? ഏതെങ്കിലുമൊക്കെ അബ്രഹാമിനെ കണ്ട് ദൈവത്തിൻ്റെ പിന്നാലെ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവരുണ്ട്. ആമേൻ. മനുഷ്യനെ കണ്ടാണോ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചത്? മനുഷ്യൻ്റെ പിന്നാലെയാണോ നിങ്ങളുടെ ഓട്ടം? ഇന്ന് സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുക. ഈ ലോകത്തെ എന്തെങ്കിലും കണ്ടിട്ടാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നതെങ്കിൽ, നിങ്ങൾ പ്രതീക്ഷയോടെ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ കെണിയായി മാറും. ഹല്ലേലൂയ. നമ്മൾ പറയും ലോത്ത് പോയി. ലോത്തിനെ വേണമെങ്കിൽ അബ്രഹാമിന് നിർത്താമായിരുന്നു. ലോത്തിനോട് അബ്രഹാം എന്താ പറഞ്ഞേ? നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട് പൊയ്ക്കോ എന്ന്. ഒരു സമയം വരെ. അപ്പോൾ അതുവരെ ഇങ്ങനെ അബ്രഹാമിനെ നോക്കി ലോത്ത് കൂടെ നടന്നു. അയ്യോ അബ്രഹാം നല്ലവനാ, എനിക്ക് എവനാ മതി എന്ന് പറഞ്ഞ് എല്ലാം വിട്ടിട്ട് അബ്രഹാമിൻ്റെ കൂടെ നടന്നവനാ ലോത്ത്. പക്ഷെ ഒരു സമയമായപ്പോൾ ലോത്ത് പറഞ്ഞു, ഇനി നീ വരണ്ട. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ സഭയെ വിശ്വസിച്ചല്ല, പാസ്റ്റർമാരെ വിശ്വസിച്ചല്ല, അടുത്ത് കാണുന്ന ഒപ്പമുള്ള ആരെങ്കിലും വിശ്വസിച്ചല്ല, സഭാ സംഘടനകളെ വിശ്വസിച്ചല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ വിളി കേട്ട് അവനിൽ വിശ്വസിച്ച് അവൻ്റെ പിന്നാലെ നടക്കണം. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യൻ കുറെ കഴിയുമ്പോൾ പറയും, അബ്രഹാം വേണമെങ്കിൽ പറയായിരുന്നു, സ്വത്ത് പോട്ടടാ ലോത്തെ, നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് കുറച്ചുകൂടെ വിശാലതയുള്ള ദേശത്ത് പോകാം. പക്ഷേ അബ്രഹാം പറഞ്ഞു, ഇനി പറ്റത്തില്ല. ആമേൻ. ഇനി എനിക്ക് ഒറ്റയ്ക്ക് പ്രാപിക്കണം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ലോത്ത് അബ്രഹാമിനേക്കാൾ വിരുദ്ധനാണെന്ന് അങ്ങനെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. നോക്കൂ, അത്രമാത്രം വിശ്വാസമുള്ള ലോത്ത് എന്തു ചെയ്യുക? തോട്ടം കണ്ടപ്പോൾ, നീരോട്ടമുള്ള പ്രദേശം കണ്ടപ്പോൾ, ദൈവത്തിൻ്റെ തോട്ടം പോലെ ആ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളെ ദൈവമാണ് വിളിച്ചിട്ടുള്ളതെങ്കിൽ,
നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ നിങ്ങളെ എത്തേണ്ടിടത്ത് എത്തിക്കും. ഹല്ലേലൂയ. ലോത്ത് ഒരിടത്തും എത്തിയില്ല, പകുതി വഴിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. നിങ്ങളെ വിളിച്ച നാളുകളിൽ ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആമേൻ, ആ പറഞ്ഞതിൻ്റെ നിവർത്തീകരണം നിങ്ങളിൽ തന്നെ എൻ്റെ ദൈവം നടത്തും. ഹല്ലേലൂയ. നിങ്ങൾ വിളി കേട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പകുതി വഴിയിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. വിശുദ്ധ വേദപുസ്തകത്തിൽ ഭക്തനായ ദാവീദിനെ ഒത്തിരി നമ്മൾ ശുശ്രൂഷിക്കുന്നതാണ്, ധ്യാനിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, ദാവീദ് ദൈവത്തിൻ്റെ വിളി കേട്ട് ഇറങ്ങിയവനാണ്. ആമേൻ. ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങിയ ദാവീദിന് സഹോദരന്മാരുണ്ടായിരുന്നു. അവരാരുടെ വിളി കേട്ടു? അപ്പൻ്റെ വിളി കേട്ടു, അമ്മയുടെ വിളി കേട്ടു, രാജാവിൻ്റെ വിളി കേട്ടു. ആമേൻ. നോക്കൂ, ഇന്നും പ്രസംഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്നും നിലനിൽപ്പുള്ളത് ദാവീദിനാണ്. എന്നും നിലനിൽപ്പുള്ളത് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചവനാണ്, ദൈവത്തിൻ്റെ വിളികേട്ട് ഇറങ്ങിത്തിരിച്ചവനാണ്. ദൈവത്തിൻ്റെ വിളികേട്ട് ഇറങ്ങിത്തിരിച്ചവൻ പകുതി വഴിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കേൾക്കണമേ, എവിടെയെങ്കിലും വെച്ച് ഇനി മുമ്പോട്ട് പോകണോ, ഇനി പിന്നിലോട്ട് പോകണോ, ഇനി സൈഡിലോട്ട് പോകണോ, ഈ ചിന്ത വരുമ്പോൾ തീരുമാനിച്ചോളണം, ഞാൻ ആരെയോ കണ്ടാ ഇറങ്ങിയത്, ദൈവത്തെ കണ്ടിട്ടില്ല. അവിടെ കൂത്തനായിരുന്നു വിളിക്കാൻ തുടങ്ങണം. ആമേൻ. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കണം, അപ്പാ നിന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. അപ്പാ ലോകത്തിലേക്ക് നോക്കിയല്ല, അപ്പൻ്റെ ശബ്ദം കേട്ട് അപ്പൻ ആഗ്രഹിക്കുന്നത് പോലെ അപ്പനൊപ്പം നടക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടം കേട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചവൻ ദാവീദ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു. ഫലമോ, അവനും ദൈവത്തിനും പ്രയോജനമുള്ളവനായി ദാവീദ് മാറി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ കേട്ടത് ദൈവത്തിൻ്റെ ശബ്ദമെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും, നിങ്ങളുടെ കുടുംബത്തിന് പ്രയോജനപ്പെടും, നിങ്ങളുടെ മക്കൾക്ക് പ്രയോജനപ്പെടും, നിങ്ങൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടും. അതേ, കർത്താവിനും മനുഷ്യനും കൊള്ളാകുന്നവനായി നിങ്ങളെ മാറ്റുവാൻ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് കഴിയും. അതേ, വിളി കേട്ടിറങ്ങി നീ പകുതി വഴിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു സംശയമുണ്ടാകാം, ദേവദാസനെ എങ്ങനെ ദൈവമാണോ വിളിച്ചതെന്ന് അറിയുവാനായിട്ട് കഴിയും? എങ്ങനെ ദൈവമാണ് നമ്മളെ വിളിച്ചത്, ആ വിളി എങ്ങനെ ഉറപ്പിക്കുവാനായിട്ട് കഴിയും? ദാവീദിൻ്റെ ജീവിതത്തിലോട്ട് നോക്കിയാൽ മതി. ആ സ്തോത്രം, ദൈവമാണ് വിളിച്ചതെന്ന് ദാവീദിൻ്റെ ജീവിതം നമുക്കൊരു പാഠം തന്നെ നടത്തി തരും. അവൻ നോക്കിയേ, ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവിടെ കാണുവാൻ കഴിയും, അവിടെ സിംഹമുണ്ട്, അവിടെ കരടിയുണ്ട്, സ്തോത്രം, അവിടെ ഫെലിസ്തീയരുണ്ട്, അവിടെ ശത്രുക്കളായി രാജാവുണ്ട്, അവിടെ ഭാര്യ, സ്തോത്രം, മാതാപിതാക്കളുടെ ഒഴിവാക്കലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, സിംഹം അലറി കീറുവാൻ നിൽക്കുന്ന സിംഹത്തിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തിരിച്ചറിയുക. എന്തിനാ ഈ സിംഹം വരുന്ന? കടിച്ചു കീറി കുതറി, അതെ, കടിച്ചു കീറി നശിപ്പിച്ച് കളയുവാൻ വേണ്ടി കടന്നു വരുന്ന സിംഹത്തിൻ്റെതായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തിരിച്ചറിയുക, ദൈവം വിളിച്ചിട്ടുണ്ട്. ആമേൻ. പിടിച്ചടക്കുവാൻ വരുന്ന കരടിയുടെ അനുഭവങ്ങൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ സംഭവിക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവം വിളിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾ ഉപേക്ഷിക്കുമ്പോൾ തിരിച്ചറിയുക, ദൈവം വിളിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, ചാർച്ചക്കാർ, വേണ്ടപ്പെട്ടവർ മാറ്റി നിർത്തുമ്പോൾ തിരിച്ചറിയുക, ദൈവം വിളിച്ചിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തേണ്ടവർ പോലും പ്രയോജനപ്പെടുത്താതെ മാറ്റി നിർത്തുമ്പോൾ തിരിച്ചറിയുക, ദൈവം പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തേണ്ടവരാണ് രാജാവ്. ശൗൽ എന്ന രാജാവ്, ദാവീദ് എന്നൊരു പടനായകനുണ്ടെങ്കിൽ ദാവീദിനേക്കാൾ പേരിൽ അറിയപ്പെടുവാൻ യോഗ്യനായവൻ. പക്ഷേ പ്രയോജനപ്പെടുത്താതെ ആരോ ഭയന്ന് സങ്കടത്തോടെ ആയിരിക്കുന്നുണ്ട്. എന്നെ ആരും പ്രയോജനപ്പെടുത്തുന്നില്ല, എന്നെ ആർക്കും ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല, എൻ്റെ കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന സഹോദരാ, സഹോദരി, നീ ഭാരപ്പെടേണ്ട. നിന്റെ കഴിവുകളെ എൻ്റെ കർത്താവിന് ആവശ്യമുണ്ട്. നിന്റെ കഴിവുകളെ എൻ്റെ കർത്താവിന് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ലോകം നിന്നെ തള്ളിക്കളയുന്നുവെങ്കിൽ എൻ്റെ ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ലോകം നിന്നെ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ എൻ്റെ ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. സിംഹം ചാടി വരുമ്പോൾ സ്തോത്രം പറഞ്ഞോളും, കർത്താവേ നീ എന്നെ വിളിച്ചതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ പ്രിയരെ, വിശ്വാസ ജീവിതം അത് തന്നെയാണ്. ഹല്ലേലൂയ. ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആ നിത്യതയിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു വാതിൽ മുൻപിൽ തുറന്നിട്ടുണ്ടെങ്കിൽ ചുമ്മാതൊന്നും അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. ആമേൻ. വേറെ ഒരിടത്തും വരാത്ത സിംഹമൊക്കെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വരും. ആമേൻ. വേറെ എല്ലാവരുടെ മുമ്പിലും പൂച്ചക്കുട്ടി ആയിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ സിംഹങ്ങളായി മാറും. ആമേൻ. വേറെ ആരുടെ മുമ്പിലും നേരിട്ട് നിൽക്കാത്തവരൊക്കെ നിങ്ങളുടെ മുമ്പിൽ പിടിച്ചടക്കുന്ന, കീഴ്പ്പെടുത്തുന്ന കരടികളായി മാറും. ഒന്നിനും കൊള്ളാത്തവരെ പ്രയോജനപ്പെടുത്തുന്നവർ പോലും നിങ്ങളെ തള്ളിക്കളയും. ആമേൻ. എല്ലാവരെയും സ്നേഹിക്കുന്നവർ പോലും നിങ്ങളെ ദോഷിക്കും, നിങ്ങളെ വെറുക്കും. തിരിച്ചറിയുക, വിളിയുണ്ടെങ്കിൽ നിങ്ങൾ ലോകത്തിൽ വെറുക്കപ്പെട്ടവരായി തന്നെ തുടരും. സങ്കടപ്പെടേണ്ട.
ഓർക്കേണ്ട, ഇതൊരു ചെറിയ കാലത്തേക്കാണ്. അപ്പൻ്റെ പ്രിയ മക്കളായി നമുക്ക് ഒരുമിച്ചായിരിക്കാം. ആമേൻ. ഇവിടെ എണ്ണിയാൽ തീരുമെന്നേ, നമ്മുടെ ആയുസ് ചുരുക്കമാണ്. നമ്മൾ ഈ വർഷത്തിൻ്റെ കണക്ക് പറയുന്നതുകൊണ്ടാണ് വലുതായിട്ട് തോന്നുന്നത്. ദിവസമായിട്ടൊക്കെ കണക്ക് കൂട്ടി നോക്കണം, ഒന്നുമില്ല. അങ്ങനെ എണ്ണിത്തീരാത്ത നാളുകൾ നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രിയരായി നമുക്ക് സ്വർഗീയ സിയോനിൽ വസിക്കുവാനുള്ള അവസരമുണ്ട്. എന്തെങ്കിലും ആക്കാം എന്ന് പറഞ്ഞു ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അങ്ങനെ എന്തെങ്കിലും ആക്കാതെ വിടത്തേയില്ല. നോക്കൂ, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പത്രോസിനെ വിളിക്കുന്ന നാളിൽ യേശു പറയുന്ന ഒരു കാര്യമാണ്, പത്രോസേ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി തീർക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടു, നമ്മളും ഇതൊക്കെ കേട്ട് തന്നെയാണ് കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചത്. കേട്ടിട്ടുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറേ ആയപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? യേശുവിനെ തള്ളി പറഞ്ഞു. ആമേൻ. യേശുവിനെ എതിർത്തു, പഴയ പണിക്ക് പോയി. ഹല്ലേലൂയ. യേശുവിനെ എതിർത്തു, യേശുവിനെ തള്ളി പറഞ്ഞു, പഴയ പണിക്ക് പോയി. സ്തോത്രം. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ ഒരു യാത്ര ഇതുപോലെയൊക്കെ അല്ലേ? ആദ്യം ഭയങ്കര വിശ്വാസമാണ്, കർത്താവ് പറഞ്ഞത് കേട്ട് എല്ലാം വിട്ടിട്ടിറങ്ങിയതാണ്, വള്ളവും വലയും ഒക്കെ വിട്ടിട്ടിറങ്ങിയതുപോലെ. പക്ഷെ കുറേ മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ ഒരു എതിർപ്പിൻ്റെ മനോഭാവം വരും. ഇതൊന്നും പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വചനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ ഒന്നും എതിർപ്പ്. പത്രോസ് യേശുവിനോട് എതിർത്തപ്പോഴാ? യേശു സ്വർഗത്തിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴാ? ആമേൻ. ക്രൂശീകരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാ? ഉയർപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴാ? നമുക്ക് ഈ ലോകം മാത്രം മതി, മുകളിലോട്ടുള്ളതിനൊന്നും ചിന്തിക്കാൻ വയ്യ. കുറേ യാത്ര ചെയ്യുമ്പോൾ എതിർക്കുവാനായിട്ട് തുടങ്ങും. പിന്നെ അങ്ങ് തള്ളിപ്പറഞ്ഞു, കഷ്ടത പെരുകിയപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞു. പിന്നെ പഴയ പണിക്ക് പോയി, പിന്മാറി പഴയ പണിക്ക് പോയി. ഒത്തിരി പേർ അങ്ങനെ പിന്മാറി, യേശുവിൻ്റെ വാക്ക് കേട്ട് പിന്നാലെ ഇറങ്ങി തിരിച്ച ഒത്തിരി പേർ അങ്ങനെ പിന്മാറി പഴയ പണിക്ക് പോയി പഴയ പല സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരുണ്ട്. എന്നാൽ കേൾക്കണമേ, വചനം പറയുന്നു, കർത്താവ് പറഞ്ഞത് തന്നെയാണ്. ആമേൻ. കർത്താവ് അവനെ വിട്ടോ? വിട്ടില്ല. ആമേൻ. മനുഷ്യരെ പിടിക്കുന്നവരാക്കി തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് അവനെ കൊണ്ട് മനുഷ്യനെ പിടിപ്പിക്കും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളോട് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ ഓടിയാലും എങ്ങോട്ടൊക്കെ ചാടിയാലും എന്തൊക്കെ ചെയ്താലും എൻ്റെ കർത്താവ് വിടത്തില്ല. മനുഷ്യനെ പിടിക്കുന്നവരാക്കി എൻ്റെ കർത്താവ് നിങ്ങളെ മാറ്റും. ചിലതിനെ പിടിച്ചെടുക്കുന്ന യേശുവിൻ നാമത്തിൽ ചിലരെ പിടിച്ചെടുക്കുന്നവരാക്കി, ചിലതിനെ പിടിച്ചെടുക്കുന്നവരാക്കി, ആ നന്മ പിടിച്ചെടുക്കുന്നവരാക്കി. യേശുവിൻ നാമത്തിൽ ആ തൊഴിലിടത്തിലെ നന്മ പിടിച്ചെടുക്കുന്നവരാക്കി, ആ വരുമാനം ഉള്ളവനാക്കി, ആ നന്മ അനുഭവിക്കുന്നവരാക്കി. സഹോദരി, നിന്റെ ഭർത്താവിനെ പിടിച്ചെടുക്കുന്നവളാക്കി. സഹോദര, നിന്റെ ഭാര്യയെ പിടിച്ചെടുക്കുന്നവളാക്കി. സഹോദര, സഹോദരി, നിങ്ങളുടെ കുടുംബജീവിതത്തെ പണിതെടുക്കുന്നവരാക്കി. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹമുള്ളവരാക്കി തിരികെ പിടിക്കുവാൻ. ഹല്ലേലൂയ. കർത്താവ് വിടത്തില്ലെന്നേ. ആമേൻ. തള്ളി പറയാനൊക്കെ നമുക്ക് പറ്റും. ആമേൻ. സ്തോത്രം. എതിർത്ത് പറയാൻ നമുക്ക് പറ്റും, ഓടിക്കളയാൻ നമുക്ക് പറ്റും. പക്ഷെ കർത്താവ് അങ്ങനെ ഓടിക്കളയത്തുമില്ല, തള്ളിക്കളയത്തുമില്ല, എതിർത്ത് പറയത്തുമില്ല. കർത്താവാണ് വിളിച്ചിട്ടുള്ളതെങ്കിൽ, അവൻ്റെ വിളി കേട്ട് ഒരു ചുമടെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ഒരൊറ്റ ചുമട് മതി, അവൻ്റെ ആയുഷ്കാലം മൊത്തം ഒരു പിടിയുണ്ട്. ആമേൻ. ആ പിടി വിട്ട് യേശുവിൻ്റെ അടുക്കൽ നിന്ന് പോകത്തേ ഇല്ല. നോക്കൂ, അപ്പോൾ അബ്രഹാമിനെ കണ്ടിറങ്ങിയ ലോത്ത് നീരോട്ടം കണ്ടപ്പം വീണുപോയി. ആമേൻ. മനോഹരമായ യോർദാൻ്റെ തീരം നമുക്ക് ചുറ്റുമുണ്ട്. ആമേൻ. നമ്മെ മോഹിപ്പിക്കുന്ന, നമ്മെ കൊതിപ്പിക്കുന്ന പിശാച് വന്നിട്ട് പറഞ്ഞുതരും, നോക്ക്, ഇതൊക്കെ ദൈവം തരാമെന്ന് പറഞ്ഞതുപോലെയാ. സന്തോഷം, സമാധാനം, സമൃദ്ധി, അനുഗ്രഹങ്ങൾ, നന്മകൾ. ആമേൻ. സ്തോത്രം. ഇതൊന്നും വേണ്ടെന്നല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഹല്ലേലൂയ. ഭക്തന് വേണ്ടതെല്ലാം ദൈവത്തിൻ്റെ പക്കലുണ്ടെന്ന്. ദൈവത്തിൻ്റെ പക്കലുള്ളതിന് പ്രത്യേകതയുണ്ട്. നിങ്ങൾ തിരിച്ചറിയുക, ആ ലോത്ത് കണ്ട നീരോട്ടമുള്ള പ്രദേശമുണ്ടല്ലോ, അത് ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നീരോട്ടവും പച്ചപ്പും സന്തോഷവും അതെല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവമാണ്. അതുകൊണ്ടാണ് സോദോം ഗോമോറയുടെ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് ലോത്ത് വസിച്ച ആ ദേശത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് നിങ്ങളത് ചിന്തിച്ച് നോക്കിയാൽ മാത്രം മതി. ആമേൻ. അങ്ങനെ ലോകത്തെ മോഹിപ്പിക്കുന്നതിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ തിന്മയും അവിടെ വന്നു ചേരും. ഹല്ലേലൂയ. അവിടെ വരാത്ത തിന്മയില്ലായിരുന്നു. ആമേൻ. ലോത്ത് ജീവിച്ച സ്ഥലത്ത് ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ പോലും അറപ്പ് തോന്നുന്ന പാപം വന്നു ചേർന്നു. ലോകം നമ്മളെ മോഹിപ്പിക്കുന്ന പലതും കാട്ടി വിളിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി അവിടെ സ്റ്റക്കായി നിന്നാൽ അവിടെ നമുക്ക് പിന്നാലെ വേറെയും കുറേ സാധനങ്ങൾ കയറി വരും.
നമുക്ക് ഊരിപ്പോരുവാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ അതിനകത്ത് തളച്ചിടുന്ന. ലോത്ത് നീതിമാനെന്ന ബൈബിൾ പറയുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അതിനകത്ത് പെട്ടുപോയി. ഭാര്യയായി, മക്കളായി, വീടായി, കുടുംബമായി, വാഴയൊക്കെ വച്ചിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കൊല വരാം. ഒരു കൊല മുറിച്ചിട്ട് പോകാമെന്ന് വയ്ക്കുമ്പോൾ അടുത്തത് കൂമ്പിട്ട് പിന്നെ അതങ്ങനെ മുറിച്ച് പാപത്തിൽ തുടരേണ്ടി വരും. ഹല്ലേലൂയ. എന്നാൽ ദൈവം തരുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നോക്കൂ, ആബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തം എന്താ? ഇസഹാക്ക്. ആ ഇസഹാക്കിനെ കുറിച്ച് ബൈബിൾ പറയുന്നു ചിരി. ആമേൻ, ഹല്ലേലൂയ. അബ്രഹാമിന് 99 വയസ്സിൽ 89 വയസ്സുള്ള സാറയിൽ ഒരു മകൻ ജനിച്ചു. ഇത് നമുക്ക് സന്തോഷമാണ്. എന്തുകൊണ്ടാണ്? ദൈവം അവന് കൊടുത്തതുകൊണ്ട്. നമ്മളാരാ? ഭക്തന്മാർ. അല്ലാതെ റോഡിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും സന്തോഷമുണ്ടോ? എന്ത് സന്തോഷം? വീട്ടിൽ 2-3 പിള്ളേരുള്ളതിന് തീറ്റി കൊടുക്കാതെ റോഡിൽ പോയിരിക്കുന്ന, പിന്നെയാണ് വല്ലവളും പ്രസവിച്ച ഇവനൊക്കെ സന്തോഷം വരത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം തരുന്നത് നാട്ടുകാർക്ക് സന്തോഷിക്കാനുള്ളതല്ല, നമുക്ക് സന്തോഷിക്കാനുള്ളതാണ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തരും നിനക്ക് സന്തോഷിക്കുവാനുള്ളത്, നിനക്ക് ചിരിക്കുവാനുള്ളത്, നിനക്ക് ആശ്വസിക്കുവാനുള്ളത്, നിനക്ക് തല നിവർത്തി നിൽക്കുവാനുള്ളത്, നിന്റെ ജീവിതം മാറുവാനുള്ളത് എൻ്റെ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. ദൈവം തരുന്നതിൻ്റെ പ്രത്യേകത അതിൻ്റെ പിന്നാലെ ലോകം മുഴുവനും ഒന്നും ഓടി വരത്തില്ല. ആമേൻ. പക്ഷെ ലോകം തരുന്നതിൻ്റെ പിന്നാലെ ലോകത്തിലുള്ള എല്ലാ മ്ലേച്ഛതയും പോയി കയറും. ആമേൻ. യോർദാന്റെ തീരത്തിൽ എത്തിച്ചേരുവാൻ കൊതിക്കുന്ന പാപികളുടെ വലിയൊരു കൂട്ടമുണ്ട് പിൻപിൽ. നമ്മൾ തിരിച്ചറിയുക. ലോകമോഹങ്ങളിൽ പെട്ടുപോകരുതേ പ്രിയരെ. ആ യോർദാനെ ജയിക്കുവാൻ കഴിയണം. ആ യോർദാനെ ആബ്രഹാമിന് ജയിക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് ആബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം ചിരി നൽകി. ആമേൻ. ലോത്ത് കരഞ്ഞുകൊണ്ടല്ലേ ഓടിയത്? അബ്രഹാം കരഞ്ഞുകൊണ്ടാണോ ഓടിയത്? അബ്രഹാം ചിരിച്ചു. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ കരഞ്ഞുകൊണ്ട് ഓടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പലതും നഷ്ടപ്പെടുന്നത് കണ്ട്, പലതും ഇല്ലാതായി തീരുന്നത് കണ്ട്, അതേ യോർദാന്റെ അനുഭവത്തിൽ പെട്ടുപോകാതെ ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ച പ്രിയ ദൈവ പൈതലേ, നീ കരഞ്ഞുകൊണ്ട് ഓടുവാൻ, നീ നഷ്ടപ്പെട്ടവളായി, നീ ഇല്ലാത്തവളായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഹല്ലേലൂയ. നോക്കി, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പത്രോസ് പ്രസംഗിച്ചു, 3000 പേർ സ്നാനപ്പെട്ടു. ഹല്ലേലൂയ. നോക്കൂ, ഞാൻ പ്രസംഗിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് യോഹന്നാൻ. ഇന്നലെയും കൂടെ യോഹന്നാനെ കുറിച്ച് പ്രസംഗിച്ചതേ ഉള്ളൂ. കാരണം യോഹന്നാന്റെ ഭാഗ്യം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹൃദയം ഇടിക്കുന്ന ശബ്ദം ആദ്യം കേട്ടത് യോഹന്നാന്റെ കാതുകളാണ്. എത്ര വലിയ ഭാഗ്യം. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് തന്നെ ഭാഗ്യം. അതിലും എത്ര വലിയ ഭാഗ്യമാണ് അവന്റെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം കേൾക്കുവാൻ. ഞാനിങ്ങനെയാണ് ചിന്തിക്കുന്നത്. അവന്റെ ഹൃദയം ഇടിച്ചുകൊണ്ടിരുന്നത് സ്നേഹം 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 എന്ന് പറഞ്ഞായിരിക്കും ഇടിച്ചുകൊണ്ടിരുന്നത്. ആ ഹൃദയമിടിപ്പ് കേൾക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവനാണ് അതേ യോഹന്നാൻ. പക്ഷേ കേൾക്കണമേ, ആ യോഹന്നാൻ പ്രസംഗിച്ചപ്പോൾ 3000 പേർ സ്നാനപ്പെട്ട നല്ല വചനം പറയുന്നത്, തള്ളിപ്പറഞ്ഞ, ഒറ്റപ്പെടുത്തി മാറി നിന്ന, പഴയ പണിക്ക് പോയ പത്രോസ് പ്രസംഗിച്ചപ്പോൾ, ആമേൻ പ്രിയരെ, 3000 പേർ അന്ന് സ്നാനപ്പെട്ടു. തൊട്ട് മുൻപോട്ട് വരുമ്പോൾ 5000 പേർ സ്നാനപ്പെട്ടു. അഥവാ അവൻ്റെ മേലുള്ള വാഗ്ദത്തം ദൈവം നിറവേറ്റി. ഇന്നായിരിക്കുന്ന അവസ്ഥ കണ്ട്, അതേ വാഗ്ദത്തം നിറവേറാനുള്ളവരുടെ ഇന്നായിരിക്കുന്ന അവസ്ഥ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട. ആരൊക്കെ ശ്രേഷ്ഠന്മാർ കൂടെ ഉണ്ടെങ്കിലും, മാറോട് ചേർന്നിരുന്നാലും, ചേർന്ന് നിന്നാലും, കൂടെ നടന്നാലും, അവൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ടോ അത് നിവർത്തിക്കുവാൻ എൻ്റെ യേശു വരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പത്രോസിനെ കൊണ്ട് ചെയ്യേണ്ടത് ചെയ്യിപ്പിച്ച കർത്താവ് ചില പത്രോസുമാരെ ദേശത്തിൽ നിന്ന് പിടിച്ച് വീണ്ടും ചെയ്യേണ്ടത് ചെയ്യിക്കുവാൻ അവർ ഇറങ്ങി തിരിച്ചതുപോലെ, അവർ ദൈവശബ്ദം കേട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ അവർ ചെയ്യേണ്ടത് ചെയ്യുവാൻ തക്കവണ്ണം പിന്നെയും പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. നോക്കൂ, പിന്നെ ഈ വേദപുസ്തകം രേഖപ്പെടുത്തുന്നു, സ്തോത്രം, ഭക്തന് മുൻപിൽ, വിശ്വാസിയുടെ മുൻപിൽ ശീലം മറന്ന യോർദാൻ. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാമത്തെ വാക്യം. യോർദാന്റെ ശീലം എന്താ? തന്നിലേക്ക് വരുന്നതിനൊക്കെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അഥവാ അധംപതനത്തിലേക്ക്, പാതാളത്തിലേക്ക്, നരകത്തിലേക്ക്, നശിച്ച അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് യോർദാന്റെ ശീലം. എന്നാൽ ആ യോർദാനെ മുൻനിർത്തി ഒരു ഭക്തൻ, കേൾക്കണമേ, ഒരു ഭക്തൻ സാക്ഷ്യം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ആ ഭക്തന്റെ പേര് യാക്കോബ് എന്നാണ്. ഒരു വടിയോടുകൂടെ മാത്രമല്ലോ ഞാൻ ഈ യോർദാൻ കടന്നത്, ഇപ്പോഴോ ഞാൻ 2 കൂട്ടമായി തീർന്നിരിക്കുന്നു. യോർദാനിൽ സംഭവിക്കാത്ത കാര്യമാണ് ഭക്തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഏത് യോർദാൻ മുൻപിൽ കൂടെ ഒഴുകിയാലും, ഏത് യോർദാൻ വഴിമുടക്കി നിന്നാലും നിനക്കൊരു മടങ്ങിവരവുണ്ട്. നീ പ്രതീക്ഷിക്കുന്ന ആ നന്മകളുമായി, നീ പ്രതീക്ഷിക്കുന്ന ആ അനുഗ്രഹങ്ങളുമായി നിനക്കൊരു മടങ്ങിവരവുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ,
ദൈവമക്കളെ, ഇന്ന് ഈ സമയം നിങ്ങളോടായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, മുക്കിക്കൊല്ലുന്ന, തകർത്ത് കളയുന്ന, മുടിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന അനുഭവങ്ങളായിരിക്കാം നിങ്ങൾക്ക് മുമ്പിലുള്ളത്. എങ്കിലും കേൾക്ക്, ഒരു മടങ്ങി വരവ് എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഓ താങ്ക് യു ലോർഡ്. നഷ്ടപ്പെട്ടവനായിട്ടല്ല, നേടുന്നവനായി. നീ കടന്നുപോയത് സത്യമെങ്കിൽ, നീ പ്രാർത്ഥിച്ചു കടന്നുപോയത് സത്യമെങ്കിൽ, നീ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞത് സത്യമെങ്കിൽ, നിനക്കൊരു മടങ്ങി വരവുണ്ട്. നിന്റെ നന്മകൾക്കൊരു മടങ്ങി വരവുണ്ട്. നിന്റെ പ്രിയപ്പെട്ടവർക്കൊരു മടങ്ങി വരവുണ്ട്. നിന്റെ ആരോഗ്യത്തിനൊരു ഒരു വടിയുമായി പോയവനെ ഒന്നുമില്ലാതാക്കി തീർക്കുന്ന യോർദാനിൽ വിട്ടുകൊടുക്കാതെ രണ്ട് വലിയ കൂട്ടമായി യോർദാൻ കടന്നു വരുവാൻ തക്കവണ്ണം ശക്തനാക്കിയ ഒരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഒരു പക്ഷേ പിന്നെയും നിങ്ങൾ ചിന്തിച്ചേക്കാം, ഈ യാക്കോബ് ആരാണ്? ഇസഹാക്കിന്റെ മകനാണ്. അപ്പന്റെ അനുഗ്രഹവും തട്ടിപ്പറിച്ച് ഓടിയത് കൊണ്ട് ദൈവവും ഇവനെ ഓടിച്ചിട്ട് പിടിച്ചു അനുഗ്രഹിച്ചു. ഒരിക്കലുമല്ല. അപ്പന്റെ അനുഗ്രഹം തട്ടിപ്പിടിച്ച് ഓടിയവൻ എവിടെ എത്തി? ലൂസ് എന്ന മരുഭൂമിയിലെത്തി. ആമേൻ, ആമേൻ. പലതും തട്ടിപ്പറിച്ച് ഓടുന്നവൻ അവസാനം എത്തിച്ചേരുന്ന സ്ഥലം മരുഭൂമിയാണ്. ആമേൻ. അതിനർത്ഥം സ്തോത്രം, ജീവിതത്തിൽ ഒരു കുറവ് വന്നു, ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു, ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു പോയി, അതുകൊണ്ട് ദൈവം കൈവിടുമെന്നല്ല. നോക്കൂ, ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20, 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതേ യാക്കോബ്, അപ്പനെ പറ്റിച്ച യാക്കോബ് ദൈവത്തിന്റെ സന്നിധിയിൽ സത്യസന്ധനായി തീരുകയാണ്. ആമേൻ. ദൈവത്തിന്റെ സന്നിധിയിൽ തന്റെ ഹൃദയത്തെ പകരുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ തീരുമാനമെടുക്കുകയാണ്. ഞാൻ അപ്പനെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, എങ്കിലും എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ പറ്റിക്കത്തില്ല. ഇന്ന് പകൽ എത്ര പേർക്ക് വിളിച്ചു പറയുവാൻ കഴിയും? ലോകത്തിൽ പലരെയും പലകുറി നമ്മൾ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. ഭാര്യമാരെ ഭർത്താക്കന്മാർ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, ഭർത്താക്കന്മാരെ ഭാര്യമാർ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, മക്കളെ മാതാപിതാക്കൾ, മാതാപിതാക്കൾ മക്കളെ, മക്കൾ മാതാപിതാക്കളെ, ഇങ്ങനെ നമ്മൾ പലരെയും പറ്റിച്ചിട്ടുണ്ടായിരിക്കാം, പറ്റിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. എന്നാൽ തിരിച്ചറിയ്, ഈ പകൽ സ്വർഗത്തിലേക്ക് നോക്കി, അപ്പാ ഞാൻ നിന്നെ പറ്റിക്കത്തില്ല, ഞാൻ നിന്നെ പറ്റിക്കത്തില്ല. എൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് നീ എന്നെ തിരിച്ചു വരുത്തുമെങ്കിൽ, ഞാൻ ഇന്ന് കരയുന്ന ഈ കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന് നീ എന്നെ തിരിച്ചു വരുത്തുമെങ്കിൽ, ഒരു മടങ്ങി വരവ്, ഇന്ന് ഞാനായിരിക്കുന്ന ഈ മരുഭൂമിയുടെ അവസ്ഥയെ മാറ്റുന്ന ഒരു മടങ്ങി വരവ്. എവിടെ നിന്നാണോ പ്രാണനും കയ്യിൽ പിടിച്ച് ഞാൻ ഓടുമാറായത്, അവിടേക്ക് ഒരു മടങ്ങി വരവ്. എൻ്റെ ദേശത്തിൽ അഭിമാനത്തോടെ തല നിവർത്തി നിൽക്കുവാൻ കഴിയും വിധത്തിൽ ഒരു മടങ്ങി വരവ്. എൻ്റെ ജീവിതം മാറുന്ന ഒരു മടങ്ങി വരവ്. തല നിവർത്തി അഭിമാനത്തോടെ, അതെ അഭിമാനത്തോടെ അപ്പന്റെ നാമം ഉയർത്തുവാൻ കഴിയുന്ന ഒരു മടങ്ങി വരവ്. ഒന്നുമില്ലാത്ത എൻ്റെ അവസ്ഥ മാറുന്ന, സമൃദ്ധിയുടെ അനുഭവം വെളിപ്പെടുന്ന ഒരു മടങ്ങി വരവ് എൻ്റെ ജീവിതത്തിൽ സാധ്യമാകുമെങ്കിൽ, അപ്പാ ഞാൻ എൻ്റെ അപ്പനോട് അവിശ്വസ്തത കാണിച്ചു, നിന്നോട് ഞാൻ അവിശ്വസ്തത കാണിക്കത്തില്ല. ഉറപ്പ് ഹൃദയത്തിൽ നിന്ന് ഉയരുമെങ്കിൽ, ആമേൻ, നിങ്ങളുടെ ഉറപ്പിന് ദൈവം മറുപടി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനെ പറ്റിക്കാമെന്ന് ആട്ടുംതോലൊക്കെ ചുറ്റിക്കൊണ്ട് പോയ ഈ ലോകത്തിലെ അപ്പന്മാരെ പറ്റിക്കാൻ പറ്റും. പക്ഷേ തിരിച്ചറിയുക, സ്വർഗത്തിൻ്റെ അപ്പൻ്റെ അടുത്ത് ഒരു കളിയും നടക്കത്തില്ല. ആട്ടുംതോലൊന്നും ചുറ്റിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കേണ്ട. ആമേൻ. ദൈവസേനയിൽ തീരുമാനമെടുക്ക്. നീ തീരുമാനമെടുക്കുമെങ്കിൽ ഒരു മടങ്ങി വരവുണ്ട്. യോർദാൻ തന്നെയാ, കടന്നു പോയാൽ തിരിച്ചു വരത്തില്ല. എന്തുകൊണ്ടാ യാക്കോബിന്റെ ജീവിതത്തിൽ മരണ യോർദാനായി മാറുന്നത്? യാക്കോബ് ഇവിടെ നിന്ന് അപ്പനെയും പറ്റിച്ചിട്ട് പോകുമ്പോൾ യാക്കോബിന്റെ ഒരു ചിന്തയുണ്ട്, ഞാൻ പറ്റിച്ചു. അപ്പോൾ ഇവൻ പോയി ചേരാൻ പോകുന്ന സ്ഥലത്ത് യോർദാൻ അപ്പുറത്ത് അവിടെ വേറൊരു കാത്തിരിപ്പുണ്ട്. അവന്റെ പേര് ലാബാൻ. ഇവന്റെ അപ്പനെ വരെ പറ്റിച്ച കാശുള്ളവൻ, അവൻ അപ്പുറത്ത് കാത്തിരിപ്പുണ്ട്. ആമേൻ. നമ്മൾ എങ്ങനെ ഓടിയാലും, എന്തൊക്കെ ഇവിടെ ആരെയൊക്കെ പിടിച്ചു പറിച്ചാലും, നമ്മൾ തിരിച്ചറിയുക, നമ്മളെക്കാളും വലിയ ബിരുദന്മാരുടെ വായിലേക്കാണ് നമ്മൾ പോയി കയറാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ എന്ത് പരിപാടിയും കാണിക്കാം, എന്ത് പരിപാടിയും കാണിച്ചിട്ട് സന്തോഷത്തോടെ നമുക്ക് നടക്കാൻ പറ്റും. പക്ഷെ അപ്പുറത്ത് പോകുമ്പോഴോ പണി നല്ലതുപോലെ കിട്ടും. ആമേൻ. അപ്പോൾ യോർദാൻ കടന്നു പോകുമ്പോൾ സ്തോത്രം, ഈ യോർദാൻ അല്ലെങ്കിൽ യോർദാന്റെ അനുഭവം ചിന്തിച്ച് കാണണം. ലാബാന്റെ കൈക്കിൽ കിടന്ന് ഇവൻ അവസാനിക്കും. ആമേൻ. നല്ല ആളിന്റെ കയ്യിലാ ചെന്ന് പറ്റുന്നത്. പക്ഷെ കേൾക്കണമേ, യോർദാന്റെ ഇപ്പുറത്തൊരു തീരുമാനം കിടപ്പുണ്ട്. ആമേൻ. സ്തോത്രം. ലൂസിൽ ഒരു തീരുമാനം കിടപ്പുണ്ട്. ലൂസ് പണിയപ്പെടേണ്ടതുണ്ട്. ലൂസ് യഹോവയുടെ ആലയമായി സ്തോത്രം. നീ കടന്നു പോകുന്ന യോർദാന് മുമ്പിലെടുത്ത ചില തീരുമാനങ്ങളും അപ്പനോട് വിശ്വസ്തനായിരിക്കുക. ഹല്ലേലൂയ. ലൂസിനെ ബഥേലാക്കുവാൻ എൻ്റെ ദൈവം നിന്നെ മടക്കി വരുത്തും. ഹല്ലേലൂയ. ആമേൻ. ഒരു വടി കൊണ്ടുപോയി രണ്ട് കൂട്ടമായ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാം. പ്രിയർ, എന്തിനാ യാക്കോബ് മടങ്ങിയത്? അവിടെ അങ്ങ് സെറ്റിലായ പോരായിരുന്നു. അവിടെ എല്ലാമായി, ഭാര്യമാരായി, മക്കളായി, എല്ലാമായി, പണമായി, സമ്പത്തായി. ലാബാനെയൊക്കെ പിടിച്ചു വയ്ക്കുവാനുള്ള എല്ലാ സമ്പത്തും ഉണ്ട്. എന്തിനാ തിരിച്ചു വന്നേ? ആമേൻ. തിരിച്ചു വന്ന് നോക്കുമ്പം ഒരുപാട് സ്നേഹിച്ച അമ്മ പോലും അവിടെ ഇല്ല. അമ്മയൊക്കെ പോയി. ആമേൻ.
ഹല്ലേലൂയ. എന്തിനാ തിരിച്ചു വന്നേ? എന്തിനാ ദൈവം ഇവനെ രണ്ട് വലിയ കൂട്ടമാക്കി തിരിച്ചു വരുത്തിയത്? ലൂസിനെ ബഥേലാക്കി മാറ്റുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. നിന്നെ വർദ്ധിപ്പിക്കും, പക്ഷേ ചില ലൂസിന്റെ അനുഭവങ്ങൾ കിടപ്പുണ്ട്. അത് ബഥേലായി മാറണം, ദൈവത്തിന്റെ ഭവനമായി മാറണം. അതെ, നീ തീരുമാനമെടുത്ത സ്ഥാനങ്ങൾ, നീ നേർച്ച നേർന്ന സ്ഥാനങ്ങൾ, നീ ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചു പറഞ്ഞ കാര്യങ്ങൾ, അതെ, അതിന് നിവർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ആ യോർദാൻ നിനക്ക് മുമ്പിൽ വഴിമാറി തരും. ഓ താങ്ക് യു ലോർഡ്. നിനക്കൊരു മടങ്ങി വരവുണ്ട്. രണ്ട് വലിയ കൂട്ടവുമായി നീ ആഗ്രഹിക്കുന്നത് പോലെ പണിതുയർത്തുവാൻ തക്കവണ്ണം, ലൂസിനെ ബഥേലാക്കി തീർക്കുവാൻ തക്കവണ്ണം നിനക്കൊരു മടങ്ങി വരവ് എൻ്റെ ദൈവം ഒരുക്കും. ഹല്ലേലൂയ, ആമേൻ. തീർന്നില്ല. പിന്നെ ഈ വിശുദ്ധ വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും വഴിമാറുന്ന യോർദാൻ. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ വയ്ക്കപ്പെട്ടപ്പോൾ യോർദാൻ ഒഴുകുന്ന അനുഭവത്തിന് അറുതി വന്നു. സ്തോത്രം. കരകവിഞ്ഞൊഴുകുന്ന യോർദാനാണ്. ഏത് സമയത്താണ് യോർദാൻ കരകവിഞ്ഞൊഴുകുന്നത്? അതാണ് പ്രത്യേകത, കൊയ്ത്ത് കാലത്ത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. വെള്ളം ആവശ്യമുള്ളപ്പോഴൊന്നും യോർദാൻ കരകവിഞ്ഞൊഴുകത്തില്ല. ആമേൻ. ഈ കതിരുകൾ ഇങ്ങനെ മുളയിട്ട് വളർന്നു വരുന്ന സമയത്ത് കർഷകൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഈ ആറ്റി കിടക്കുന്ന വെള്ളം ഇങ്ങനെ കയറി വന്നിരുന്നെങ്കിൽ കോരിക്കൊണ്ട് ഒഴിക്കേണ്ടായിരുന്നു. ആമേൻ. കൃഷി ചെയ്യുന്നവർക്കറിയാം, കൃഷി ചെയ്യുന്നവർ ഇവിടെ ഇതിനകത്തുണ്ട്. ആമേൻ. സ്തോത്രം. വാഴയൊക്കെ കൃഷി ചെയ്ത് അതൊന്ന് ഇലയിട്ട് വരുമ്പോൾ ആഗ്രഹിക്കുന്ന എന്താ? നല്ല മഴ കിട്ടിയിരുന്നെങ്കിൽ ഇതോടെ അങ്ങ് രക്ഷപ്പെട്ടേനെ. അപ്പോഴൊന്നും വരത്തില്ല. ആമേൻ. പിന്നെ എപ്പോഴാ? കൊല മുറിക്കാൻ സമയമാകുമ്പോൾ ആഞ്ഞൊരു കാറ്റ്. 4 കയറ് കെട്ടി വിട്ടിരുന്നാലും ആ 4നെയും മറിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കൊയ്ത്ത് കാലത്ത് നിന്റെ അധ്വാനത്തിൻ്റെ ഫലത്തെ, നിന്റെ കാത്തിരിപ്പിനെ, നിന്റെ കഷ്ടപ്പാടിനെ നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ പലതിനെയും നഷ്ടപ്പെടുത്തി. നീ പ്രതീക്ഷ വെച്ച പലതിനെയും നഷ്ടപ്പെടുത്തി. നിന്റെ സ്വപ്നത്തിന് കാരണമായിരുന്ന പലതിനെയും നഷ്ടപ്പെടുത്തി. നിന്റെ പ്രതീക്ഷയായിരുന്ന, നിന്റെ ആഗ്രഹമായിരുന്ന, നിന്റെ അധ്വാനത്തിന്റെ ഫലമായി നീ അനുഭവിക്കേണ്ട പലതിനെയും ഇന്നലകളിൽ കവർന്നു കൊണ്ടുപോയെങ്കിൽ കേൾക്ക്, ആ യോർദാൻ നിനക്ക് മുമ്പിൽ വഴി മാറുവാൻ പോകുക. ഓ റാഥാന ഷാഖാറാത്തിനെ, നിന്റെ ജീവിതത്തിൽ നിന്ന് ഇനി ഒന്നിനെ കവർന്നു കൊണ്ടുപോകുവാൻ നീ അനുഭവിക്കേണ്ട ഒത്തിരി കഷ്ടപ്പെട്ടതാ. ആമേൻ, സ്തോത്രം. ഒത്തിരി കഷ്ടപ്പെട്ടതാ ചിലത്. സ്തോത്രം. പെട്ടെന്നങ്ങ് നല്ലതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ല. ഒരു ജോലിയാകട്ടെ, കുടുംബമാകട്ടെ, മക്കളാകട്ടെ, എത്ര കാലം കഷ്ടപ്പെടുമ്പോഴാണ് അതൊന്നൊരു സെറ്റിലായി വരുന്നത്. ആമേൻ, സ്തോത്രം. വീട് വയ്ക്കുന്നവർക്കറിയാം, ഒരു ലോൺ എടുത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 വർഷമെങ്കിലും കഴിയണം അത് സ്വന്തം വീടായിട്ട് മാറണമെങ്കിൽ. എന്ന് പറഞ്ഞാൽ ഒരു 20 വർഷമെങ്കിലും കഴിയുമ്പോഴല്ലാതെ അതിനകത്ത് സ്വസ്ഥമായിട്ട് കിടക്കാൻ പറ്റത്തില്ല. ഇതെപ്പോഴാ? 1-ാം തീയതിയാണ് ലോൺ അടയ്ക്കാനുള്ള ദിവസമെങ്കിൽ 2-ാം തീയതി തൊട്ട് കണക്ക് കൂട്ടൽ തുടങ്ങും. ആമേൻ. 1-ാം തീയതി ലോൺ അടയ്ക്കാനുള്ളതാണ്, 2-ാം തീയതി കണക്ക് കൂട്ടും, 3-ാം തീയതി കണക്ക് കൂട്ടും, കയ്യിൽ കിട്ടുന്നതിനെ മാറ്റിവെക്കും. മക്കൾ ചോദിച്ചാൽ അവർക്ക് ആഹാരത്തിന് കുറവ് വരുത്തും. നമ്മളാണെങ്കിൽ തിന്നത്തില്ല, നല്ല ഡ്രസ്സ് വാങ്ങത്തില്ല. ഞെരുങ്ങി 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 ഞെരുങ്ങി. എന്തിനാ? സ്തോത്രം. സ്വസ്ഥമായിരിക്കുവാൻ വേണ്ടി. കൊയ്ത്തുകാലത്തിൻ്റെ സമയം മക്കള് കിട്ടും, കർത്താവ് തന്നു, സ്തോത്രത്തോടെ വാങ്ങും, അവരെ വളർത്തും. അവരെ വളർത്താൻ വേണ്ടി കഷ്ടപ്പാട് ഒരുപാട് സഹിക്കും. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെക്കും, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം വേണ്ടെന്ന് വയ്ക്കും, നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച്, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്തിനാ? സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി. സ്തോത്രം. നോക്കിയേ, പലരെയും നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇതിനകത്തായിരിക്കുന്ന മുതിർന്നവർക്ക് മനസ്സിലാകും. നല്ല കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളാരുടെ പിന്നാലെ നടക്കും. എന്തിനാ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളാരുടെ മുമ്പേ ചെക്കന്മാർ നടക്കുന്നതിനാ? ഇവൾ സുന്ദരിയായ ഇവളെയും കല്യാണം കഴിച്ച് നാട്ടിൽ കൂടെ ഇങ്ങനെ ബൈക്കിൻ്റെ ബേക്കെ കൊണ്ട് നടന്ന് സന്തോഷമായിരിക്കണം. നോക്കിയേ, അവർ കല്യാണം കഴിക്കും, ഒരു കൊച്ചാവും. ആ കൊച്ചിനെ നിർത്തി ഇവരുടെ സ്വപ്നങ്ങളെല്ലാം കളഞ്ഞിട്ട് അവൻ ഗൾഫിൽ പോകും, അല്ലെങ്കിൽ അവൻ അമേരിക്കയിൽ പോകും, ഇവള് നാട്ടിൽ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവർ കഷ്ടപ്പെട്ടത് മൊത്തം എന്തിനാ? അവളുടെ പിന്നാലെ നടന്ന് അവൻ തെറിവിളി കേട്ടു, നാട്ടുകാർ കല്ലെറിഞ്ഞു, വീട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചു, എന്തെല്ലാം പ്രശ്നം കഴിഞ്ഞിട്ടാണ് കല്യാണം നടന്നേ. സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടി. ഒരു കൊച്ചു വന്ന ഉടനെ അവൻ്റെയും അവിടെ സന്തോഷം എല്ലാം പോയി. പിന്നെ എല്ലാം കൊച്ചിലായി മാറി. ആമേൻ. അതൊന്ന് വളർന്ന് വലുതായി വരുമ്പോൾ അതുവരെ ഒറ്റ എണ്ണം കാണത്തില്ല. പക്ഷെ വളർന്ന് വലുതായി വരുമ്പോൾ പിന്നെ അവകാശം പറയുവാൻ അവകാശികളായി, പിടിച്ചുകൊണ്ട് പോകുവാൻ പോകുന്നവരായി, പന്ന പിശാചുക്കളായി കൊയ്തെടുക്കുവാൻ, കളപ്പുരയിൽ കൂട്ടിവെക്കുവാൻ സമയമാകുമ്പോൾ നിന്റെ അധ്വാന ഫലത്തെ കവർന്നെടുക്കുവാൻ കടന്നു വരുന്ന പന്ന പിശാചിനോട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ഇതിനകത്തു നിന്ന് ഇനി ഈ സ്തോത്രം, ഹാലയിലോ, കൊയ്ത്ത് കാലത്ത് ഒന്നിനെ ഒഴുക്കിക്കൊണ്ടു പോകുവാൻ, ഇവരുടെ അധ്വാന ഫലത്തെ കവർന്നു കൊണ്ടുപോകുവാൻ പന്ന പിശാചേ നിനക്ക് കഴിയത്തേയില്ല. ഓ റാഥാന ഷാഖാറാത്തനെ, നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെട്ടകം, പഴയ നിയമത്തിൽ അത് പെട്ടകമെങ്കിൽ പുതിയ നിയമത്തിൽ അത് പ്രാർത്ഥനയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രാർത്ഥനയുള്ള, പ്രാർത്ഥിക്കുന്ന, സ്തോത്രം,
ഇത് പറയുമ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, എന്നാലും അവിടെ നിന്ന് യോർദാൻ മാറിപ്പോയി, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയില്ലല്ലോ. പ്രിയരെ, യോർദാൻ്റെ പ്രശ്നമേ അത് തന്നെയാണ്. കൊയ്ത്ത് കണ്ടാൽ യോർദാൻ കരകവിഞ്ഞൊഴുകും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ നിന്ന് യോർദാൻ മാറിപ്പോയില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടേണ്ട. നമ്മൾ മുൻപോട്ടാണെങ്കിൽ യോർദാന് വഴി തരാതിരിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഭക്തന് മുൻപിൽ യോർദാൻ വഴി മാറുക തന്നെ ചെയ്യും. പിന്നെയും അതേ സ്തോത്രം, യോർദാനെക്കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, അവസ്ഥ മാറ്റുന്ന യോർദാൻ. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ നിന്നിട്ട് തൻ്റെ ശരീരത്തിലേക്ക് നോക്കുക. അയ്യോ, ഇതെൻ്റെ കൈയാണോ, ഇതെൻ്റെ കാലാണോ, ഇതെൻ്റെ തലയാണോ, ഇതെൻ്റെ ത്വക്കാണോ? ഇങ്ങനെ അല്ലല്ലോ. ഓ സ്തോത്രം. പിന്നെ ഒരു താരതമ്യം കൂടെ, അവിടെയുള്ള ആ കുഞ്ഞിൻ്റെ ശരീരം പോലെ ഇരിക്കും. ആമേൻ. കുഷ്ഠം വന്ന് തുളവീണ, കുഷ്ഠം വന്ന് ദ്രവിച്ച ശരീരത്തെ കണ്ടുകൊണ്ടിരുന്നവൻ യോർദാനിൽ മുങ്ങി നിവർന്നിട്ട് വിളിച്ചു പറയും, അയ്യോ, ഇതെൻ്റെ ശരീരമല്ല, എൻ്റെ ശരീരം കാണാനില്ല. ആമേൻ, എൻ്റെ ശരീരം കാണാനില്ല. യോർദാനിൽ അവൻ്റെ അവസ്ഥ മാറി. നയമാൻ എന്ന കുഷ്ഠരോഗിയുടെ അവസ്ഥ മരണ യോർദാനിൽ മാറി. നീ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവനാണെങ്കിൽ മുൻപിലുള്ള യോർദാൻ നിന്നെ മരിപ്പിക്കത്തില്ല, നിന്റെ അവസ്ഥ മാറ്റും. ഓ റാഥാൻ അക്ഷാഖാറാത്തിനെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഷ്ഠരോഗി എന്ന അവസ്ഥ, തൊടുവാൻ അറയ്ക്കുന്ന അവസ്ഥ, പ്രിയപ്പെട്ടവർ പോലും മാറി നിൽക്കുന്ന അവസ്ഥ, അപമാനിക്കപ്പെടുന്ന അവസ്ഥ, നിന്ദിക്കപ്പെടുന്ന അവസ്ഥ, കരയിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ഒഴിവാക്കപ്പെടുന്ന അവസ്ഥ, ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ യോർദാനിൽ. എവിടെയാണ്? യോർദാനിൽ. യോർദാന്റെ പ്രത്യേകത എന്താണ്? മരിപ്പിക്കുന്ന യോർദാന. മരിപ്പിച്ചു. എന്തിനാ? അവന്റെ കുഷ്ഠത്തെ മരിപ്പിച്ചു. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ നന്മയല്ല, നീ ഭക്തനാണെങ്കിൽ ഒത്തിരി പേരെ മുക്കിക്കൊന്ന യോർദാൻ നിന്റെ അവസ്ഥയെ മാറ്റും. ഓ യെസ്, യേശുവിൻ നാമത്തിൽ ആ രോഗം മുഖാന്തരം നീ മാറി നിൽക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. നിന്റെ ബലഹീനത മുഖാന്തരം നിന്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിൽ നിന്ന്, നിന്റെ വേണ്ടപ്പെട്ടവരുടെ മധ്യത്തിൽ നിന്ന് നീ മാറി. ഓ യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത് അവൻ്റെ കാര്യം, എന്താണ് അവൻ്റെ പ്രത്യേകത? നോക്കൂ, രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം തന്നെ 1:5 അതിൻ്റെ 1 വായിക്കുമ്പോൾ സ്തോത്രം അവിടെ കാണുവാനായിട്ട് കഴിയും. നയമാൻ എന്ന് പറയുന്നത് ആരാം രാജാവിൻ്റെ സൈന്യാധിപനാണ്. പേരും പെരുമയും പ്രശസ്തിയുമുള്ളവനാണ്. ഒരു സൈന്യാധിപൻ, ഒരു സർവ്വ സൈന്യാധിപൻ മീൻസ് രാജാവിൻ്റെ തൊട്ടടുത്ത സ്ഥാനം അലങ്കരിക്കുന്നവൻ, പടയാളികൾ ഒത്തിരി പേരുള്ളവർ, അവൻ പറഞ്ഞാൽ എന്ത് നടക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ സ്തോത്രം നേരാമണ്ണം ഡ്രസ് ഇല്ലാത്ത ഒരുത്തൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുവാൻ തയ്യാറായി. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വാക്ക് ആരിൽ നിന്ന് വന്നാലും അത് ദൈവത്തിൻ്റെ വാക്കാണെന്ന് തിരിച്ചറിഞ്ഞ് അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വചനം ആരിൽ നിന്ന് വന്നാലും, ഒരുപക്ഷെ നിങ്ങളെപ്പോലെ യോഗ്യരായിരിക്കത്തില്ല ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആമേൻ. നോക്കൂ, യെരൂശലേമിൽ സ്തോത്രം ഇസ്രായേലിൽ ശ്രേഷ്ഠന്മാരും പ്രഗത്ഭന്മാരും ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരും ഉള്ളപ്പോൾ ഒരുത്തൻ കടന്നു വരിക, സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവിൻ. ആരാ കടന്നു വന്നത്? യോഹന്നാൻ. എവിടെ നിന്നാ കടന്നു വന്നത്? മരുഭൂമിയിൽ നിന്ന്. മരുഭൂമിയിൽ നിന്ന് അതേ പളപള മിന്നുന്ന കുപ്പായ വിട്ടുകൊണ്ടല്ല യോഹന്നാൻ വന്നത്. ഒട്ടകത്തിൻ്റെ വസ്ത്രം, ഒട്ടകത്തിൻ്റെ തോല് കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്. തീറ്റയുടെ കാര്യമാണെങ്കിൽ പറയും വേണ്ട, കൈ കിട്ടുന്നതിൻ്റെ എല്ലാം തിന്നുകളയും. വെട്ടുകിളിയെയും തിന്നും, തുള്ളനെയും തിന്നും, എന്തിനേയും തിന്നും. അടുത്തിരുത്താൻ പറ്റത്തില്ല. ആമേൻ. അவ்விധത്തിൽ ഒരുത്തൻ തൻ്റെ വചനവുമായി, ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരിക. വരുന്നവനെ നോക്കണ്ട, ദൈവത്തിൻ്റെ വചനത്തിന് ചെവി കൊടുക്കുക. ആമേൻ, ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കുഷ്ഠം മാറും. ഓ റാഥാനാക്ഷാഖാറാത്തിനെ പാപം മുഖാന്തരം ജീവിതത്തിൽ കടന്നു വന്ന കുഷ്ഠം മാറും. ഇന്നത്തെ അവസ്ഥ മാറും, കഷ്ടത മാറും, കണ്ണുനീരിൻ്റെ അനുഭവം മാറും. അതേ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവനെ കൊല്ലുവാൻ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുന്ന യോർദാന് കഴിയത്തേയില്ല. ഹല്ലേലൂയ. അത് യോർദാൻ തന്നെയാ. പക്ഷേ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവനെ കൊല്ലുവാൻ കഴിയത്തില്ല. ഈ സ്തോത്രം നയമാൻ തന്നെ രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 5-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ പറയുന്നുണ്ട്. ദമ്മശ്കേൽ സ്തോത്രം 2 പ്രധാനപ്പെട്ട നദികളുണ്ട്. യോർദാനിൽ മുങ്ങുന്ന കാര്യം പറയുമ്പോൾ സ്തോത്രം ഈ മനുഷ്യൻ നയമാൻ എലീശായോട് പറയുന്ന കാര്യമാണ്. എലീശായെ നോക്കൂ, ദമ്മശ്കേൽ ഞാൻ സ്ഥലത്ത് 2 നല്ല നദികളുണ്ട്. ഈ യോർദാനെ പോലെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞു കിടക്കുന്ന നദിയൊന്നുമല്ല. സ്തോത്രം
പർപ്പരും അഭാനയും എന്ന് പറയുന്ന പേരുള്ള ഫേമസ് ആയുള്ള 2 അനുഗ്രഹിക്കപ്പെട്ട നദികളുണ്ട്. ആമേൻ. അവിടെ ഒന്നും മുങ്ങാതെ ഞാൻ വന്നിട്ട് നിന്റെ വാക്ക് കേട്ട് ഈ കലങ്ങി മറിഞ്ഞ യോർദാനിൽ എന്തിനാണ് മുങ്ങേണ്ടത്? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു നിമിഷം കൂടെ ശ്രദ്ധിക്കണമേ. യോർദാൻ ഒത്തിരി പേരെ മരിപ്പിക്കുന്നതാണ്, ഒത്തിരി പേർക്ക് കഷ്ടപ്പാടാണ്. പക്ഷേ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവന് അത് അവസ്ഥ മാറ്റുന്ന സ്ഥലമാണ്. ആമേൻ. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിലും നല്ലത് ലോകത്തിൽ പലയിടത്തുമൊക്കെ കാണും. ആമേൻ. നല്ല ആലയം കാണും, നല്ല ശുശ്രൂഷ കാണും, നല്ല സ്ഥലങ്ങൾ കാണും. പക്ഷേ ദൈവത്തിന്റെ വചനം എന്താണോ നിങ്ങളോട് പറയുന്നത് അതിന് നിങ്ങൾ കീഴ്പ്പെടുക. ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുക. ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ തയ്യാറാകുന്നിടത്ത് ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങുന്നവർക്ക് മരണം വിളങ്ങി നിൽക്കുന്ന താഴ്വരയിലും ജീവന്റെ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അഭിഷേകം തെളിയിക്കുന്ന യോർദാൻ. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വചനം ഈ വിധത്തിൽ പറയുന്നു: ഏലിയാവ് വെള്ളത്തെ അടിച്ചു. എവിടെയാണ് വെള്ളമുണ്ടായിരുന്നത്? യോർദാനിൽ. ഏലിയാവ് വെള്ളത്തെ അടിച്ചപ്പോൾ വെള്ളം അഭിഷേകമുള്ളവന് മുമ്പിൽ, അല്ലെങ്കിൽ യോർദാൻ അഭിഷേകമുള്ളവന് മുമ്പിൽ കീഴ്പ്പെട്ടു. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, അഭിഷേകമുള്ള നിനക്ക് മുമ്പിൽ യോർദാൻ കീഴ്പ്പെടും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ യോർദാന് കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല. അർത്ഥം, നിനക്ക് മുമ്പിൽ അഭിഷേകമുള്ള നിനക്ക് മുമ്പിൽ സഭയെ പ്രാർത്ഥിക്ക്, ആ അഭിഷേകത്തിനായി പ്രാർത്ഥിക്ക്. ചില യോർദാനെ നീ അടിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിനക്ക് മുമ്പിൽ മരണം വിതച്ചുകൊണ്ടിരിക്കുന്ന, നിനക്ക് മുമ്പിൽ വീണ് പതിക്കുന്ന സകലത്തിനെയും നാശത്തിന് കാരണമാകും വിധം ഒഴുക്കിക്കൊണ്ടുപോകുന്ന അതേ മരണ യോർദാൻ കീഴ്പ്പെടുവാൻ പോകുക. ഹല്ലേലൂയ. ആ യോർദാനെ തകർക്കുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏൽപ്പിച്ച് പ്രാർത്ഥിക്ക്, അഭിഷേകമുള്ളവരായി. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ ചില യോർദാന്റെ അനുഭവങ്ങളെ തകർക്കുവാൻ, ചില യോർദാന്റെ അനുഭവങ്ങളെ അടിക്കുവാൻ തക്കവണ്ണം ആ അഭിഷേകം, യേശുവിൻ നാമത്തിൽ കൊയ്ത്തുകാലത്ത് കരകവിയുന്ന യോർദാനെ, മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന യോർദാനെ, യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അഭിഷേകം പകരപ്പെടുന്ന കൃപയ്ക്കായി, ചില യോർദാൻ പിളർന്നു മാറുന്ന കൃപയ്ക്കായി. ഹല്ലേലൂയ. നോക്കൂ, 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തിരിച്ചൊരുത്തൻ വരിക, അഭിഷേകത്തിന്റെ പുതപ്പുമായി ഏലീശായുടെ മുമ്പിലും യോർദാൻ വഴിമാറി. യോർദാൻ അത് അഭിഷേകത്തിന്റെ തെളിവാണ്. യോർദാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മുമ്പിൽ ഒരു യോർദാൻ ഉണ്ടെങ്കിൽ തിരിച്ചറിയ്, നീ അഭിഷിക്തനെന്ന് ദേശം അറിയപ്പെടും. സ്തോത്രം. യോർദാനില്ലേ നീ ഒന്നുമല്ല. ആമേൻ. ഹല്ലേലൂയ. യോർദാനില്ലേ നീ ഒന്നുമല്ല. പ്രാർത്ഥിക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, മുൻപിൽ ഭയപ്പെടുത്തുവാൻ ഒരു യോർദാൻ ഇല്ലെങ്കിൽ നീ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ആമേൻ. നീ ഇങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷെ തിരിച്ചറിയ്, മുന്നിലൊരു യോർദാൻ ഉണ്ടെങ്കിൽ നിന്റെ അഭിഷേകം ഒരു ദിവസം പുറത്തു വരും. ആമേൻ. യോർദാൻ ഉണ്ടെങ്കിൽ നിനക്ക് അഭിഷേകത്തെ ചുമക്കാതിരിക്കുവാൻ കഴിയത്തില്ല. യോർദാനെ കണ്ടവന് അഭിഷേകമുള്ളവനായി മാറാതിരിക്കുവാൻ കഴിയത്തില്ല. യോർദാൻ കണ്ടവർ ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുക, ആ അഭിഷേകത്തെ, യേശുവിൻ നാമത്തിൽ ആ അഭിഷേകം, യോർദാനെ തകർക്കുന്ന അഭിഷേകം, മരണത്തെ ജയിക്കുന്ന അഭിഷേകം, സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം പറയിക്കുന്ന അഭിഷേകം ചിലരുടെ അവസ്ഥ മാറ്റുവാൻ പോകുക. തൊഴിലില്ലായ്മ എന്ന അവസ്ഥ മാറ്റുവാൻ പോകുക. വരുമാനമില്ലായ്മ എന്ന അവസ്ഥ മാറ്റുവാൻ പോകുക. നല്ലത് കാണുവാൻ കഴിയുന്നില്ല, നല്ലത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ആ അവസ്ഥ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, നിന്റെ അവസ്ഥ മാറുക, നിന്റെ കുടുംബ ജീവിതത്തിലെ അവസ്ഥ മാറുക, നിന്റെ ഭർത്താവിന്റെ അവസ്ഥ മാറുക, സഹോദരൻ നിന്റെ ഭാര്യയുടെ അവസ്ഥ മാറുക. നിങ്ങൾ അനുഭവിക്കുന്ന ഈ നരക തുല്യമായ അവസ്ഥ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ ശരീരത്തിന്റെ അവസ്ഥ മാറുക. തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. മരണം, സ്തോത്രം, മരണം വെളിപ്പെട്ട് നിൽക്കുന്ന നിന്റെ ശരീരത്തിന്റെ അവസ്ഥ മാറുക. അഭിഷേകം നിന്റെ ശരീരത്തെ പുതുതാക്കി തീർക്കുക. സ്തോത്രം. അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടുക, അസ്ഥികൾ പുനർനിർമ്മിക്കപ്പെടുക, മാംസങ്ങൾ യേശുവിൻ നാമത്തിൽ നിന്റെ ആത്മീയ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റുക. നിന്റെ തലമുറകളുടെ അവസ്ഥ മാറുക. അഭിഷേകം അവസ്ഥ മാറുക. ചില കുഷ്ഠങ്ങൾ മാറിപ്പോവുക. നിന്ദയായി മാറുന്ന, അപമാനമായി മാറുന്ന, കണ്ണുനീരിനും നിരാശ
നിരാശയ്ക്കും കാരണമായി മാറുന്ന ചില കുഷ്ഠത്തിന്റെ യേശുവിൻ നാമത്തിൽ, ചില പാപത്തിന്റെ അനുഭവങ്ങൾ, ചില മ്ലേച്ഛതയുടെ യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം ചലിക്കുന്ന കൃപയ്ക്കായി ചില യോർദാനെ പിളർക്കുവാൻ തക്കവണ്ണം, അവസ്ഥ മാറ്റുവാൻ തക്കവണ്ണം ആയിരിക്കുന്ന സ്ഥാനത്ത് ഇതിനകത്ത് ദൈവ സാന്നിധ്യം യേശുവിൻ നാമത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ചുറ്റി വളഞ്ഞ് സ്തോത്രം കർത്താവേ, പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് മരണത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന യോർദാന് മുമ്പിൽ പകച്ചു നിൽക്കുന്നവർ അപ്പാ, അതിൽ നിന്ന് പുറത്തു വരുവാൻ ഇവരിൽ അഭിഷേകം പുറത്തു വരട്ടെ. അതേ പ്രശ്നത്തിൽ നിന്ന് തന്നെ ഇവർ ദൈവശബ്ദം കേൾക്കട്ടെ, ഇവർ സാക്ഷ്യമുള്ളവരായി മാറട്ടെ. ഇവർ കരകവിഞ്ഞൊഴുകുന്ന, കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന യോർദാന്റെ അനുഭവങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും, വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.